22ാമത്തെ വെർച്വൽ ഫാമിലി മീറ്റിംഗ് ആണ് ഇന്നിവിടെ കൂടുന്നത്. ഇതിലേക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. I request the President, Viceman Advocate Kurula Varghese, to adorn the caller by himself. I request to call the meeting to order. The meeting is called to order. Thank you. Invocations, Viceman combined prayer by Viceman Beena Aip and pledge to the nation by Viceman Aip Varghese. Correct. Viceman's prayer, Viceman's prayer, and Viceman's prayer. No. Lord, bless the watchmen gathered here. Our fellowship with thee held dear. Grant that our meeting might be blessed with the forever. Bless wise men's clubs throughout the earth. Grant each of them a new rebirth. To serve each other, give them life. To save the world from further strife. God bless all the wise men at sea and all whom we call thee. As now we pray to every wise man that's far and near, we pledge devotion most sincere. New seal our hearts impure and consecrate ourselves anew. Lord, bless us all the wiselings here. Keep us always in the loving hand. Help us to do the things we should and be to others kind and good. Develop us in our body, mind, and spirit, so that the wise men's club we may inherit. Amen. Pledge to the nation. Please raise your right hand and repeat the pledge after me. Great and dear motherland, Great and dear motherland, we salute thee. we salute thee. We pledge our loyalty We pledge our loyalty and promise our best efforts and promise our best efforts to bring thee honor and glory. to bring thee honor and glory. We acknowledge our duty to thee and pray that we be worthy citizens of the nation. Jai Hind. താങ്ക് യു. COVID-19 കൂടെ ഓടാൻ തുടങ്ങിയ നമ്മളാണ് ഇപ്പോൾ 2021 വന്ന് നിൽക്കുന്നു. ആദ്യമൊക്കെ വിചാരിച്ചു അതൊരു 100 മീറ്റർ റേസ് ആയിരിക്കുമെന്ന്. പക്ഷേ ഇതൊരു മാരത്തൺ തന്നെയാണെന്ന് കോവിഡ് ഉറപ്പിച്ചു കഴിഞ്ഞേക്കും. ഈ മാരത്തണിലും നമ്മുടെ ക്ലബിൻ്റെ സജീവമായ മീറ്റിങ്ങുകൾ കഴിഞ്ഞ വർഷം 22 മീറ്റിങ്ങുകൾ നടത്താനായി എന്നത് വളരെ അഭിമാനകരം തന്നെയാണ്. എപ്പോഴും പുതുമകൾ മാത്രം മീറ്റിങ്ങുകളിൽ നമുക്ക് സമ്മാനിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് വൈസ്മാൻ അഡ്വക്കേറ്റ് കുരുള വർഗീസിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു ആനി. ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി പ്രിയങ്കരനായ ശ്രീ ജോസഫ് സി മാത്യു അവറുകൾ, എല്ലാ വൈസ്മൻ കുടുംബാംഗങ്ങളുമേ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം.
കോവിഡ് മഹാമാരിയുമായിട്ടുള്ള നമ്മുടെ ചുറ്റിക്കളി തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. ആനി ഓർമ്മിപ്പിച്ചതുപോലെ പ്രതിസന്ധികളുടെ മൂർധന്യത്തിലും ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തൃപ്തികരമായി കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഫിസിക്കൽ മീറ്റിങ്ങുകൾ സാധ്യമായില്ല എന്നൊരു കുറവ് നിലനിൽക്കുന്നുവെങ്കിലും നമ്മുടെ എല്ലാ 2 ആഴ്ചകളിലും വെർച്വൽ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ കാണുകയും സമ്മതിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇന്ന് ഇപ്പോൾ ഈ പ്രവർത്തന വർഷത്തിലെ 22ാമത്തെ മീറ്റിംഗ് ആണ്. ഈ മീറ്റിംഗിന് ഒരു പ്രത്യേകതയുണ്ട്. മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ മീറ്റിംഗ് ആണ്. ദൈവം അനുവദിച്ചാൽ മിഡ് ജൂലൈയിലെ മീറ്റിംഗിൽ പുതിയൊരു നേതൃത്വവും ബോർഡും ചുമതലയേൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ വിശദാംശങ്ങൾ പുറകാലെ സെക്രട്ടറി നിങ്ങളെ അറിയിക്കുന്നതുമായിരിക്കും. കൂടെ പ്രവർത്തിച്ച എല്ലാ ടീം അംഗങ്ങളിൽ നിന്നും വൈസ്മെൻ കുടുംബാംഗങ്ങളിൽ നിന്നും നിസ്സീമമായ സഹകരണമാണ് ഈ കാലയളവിൽ ലഭിച്ചത്. എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കട്ടെ. പോസ്റ്റ് കോവിഡ് വേൾഡ് അല്ലെങ്കിൽ കോവിഡാനന്തര ലോകം, ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും സ്പെക്കുലേഷൻസും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ഓൺലൈൻ ആയതിനെ തുടർന്നുള്ള വെല്ലുവിളികളെ പറ്റി ആനി സനോജ് ഇവിടെ ഒരു മീറ്റിംഗിൽ സംസാരിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. വൈസ്മെൻ തോമസ് സിറിയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തൊഴിലിടങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച്, പുതിയ വർക്ക് ഫ്രം ഹോം സംസ്കാരത്തെ പറ്റിയൊക്കെ പരിമിതമായെങ്കിലും നമുക്കൊക്കെ അറിവുള്ള കാര്യമാണ്. അതുപോലെ അതിവേഗത്തിൽ സമസ്ത മേഖലകളിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഡാറ്റ അല്ലെങ്കിൽ ബിഗ് ഡാറ്റ എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ കുട്ടികളുടെ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ എന്നും ക്ലൗഡ് എഞ്ചിനീയർ എന്നും യൂസർ എക്സ്പീരിയൻസ് അനാലിസ്റ്റ് എന്നും ഒക്കെയുള്ള ജോബ് ടൈറ്റിൽസ് ശ്രദ്ധിച്ചാൽ അറിയാം ഈ ഡാറ്റ സയൻസിന്റെ സാന്നിധ്യം എത്ര കണ്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന്. എന്താണ് ഡാറ്റ? അതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? എന്താണ് ഡാറ്റ പ്രൈവസി? എന്താണ് ഡാറ്റ ഗവേണൻസ് എന്നൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്കും നല്ലതാണ്. നമുക്ക് ഇപ്പം ജോലിയിൽ നിന്ന് ആക്റ്റീവായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇല്ലാതെ മാറി നിൽക്കുന്ന കാലമാണെങ്കിൽ പോലും അറിഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം വരാനിരിക്കുന്ന കാലം ഈ സർവശക്തനായ ഡാറ്റ അല്ലെങ്കിൽ ഓൾമൈറ്റി ഡാറ്റയുടെ കാലമാണ്. ഇന്നത്തെ പ്രഭാഷണ വിഷയം ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് യു, അതേപ്പറ്റി തന്നെയാണ്. ഇന്ന് നമ്മുടെ അതിഥിയായി പങ്കെടുത്ത മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഒരു മുഖവുരയും പരിചയപ്പെടുത്തലും ആവശ്യമില്ലാത്ത ശ്രീ ജോസഫ് സി മാത്യു ആണ്. മലയാളം ന്യൂസ് ചാനലുകൾ കാണുന്നവർക്ക് അദ്ദേഹം സുപരിചിതനാണ്. ചാനൽ ചർച്ചകളിൽ സാങ്കേതിക വിഷയങ്ങളെ കുറിച്ച് മാത്രമല്ല ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും സുവ്യക്തമായി സുചിന്തിതമായ അഭിപ്രായങ്ങൾ പറയുന്ന ജോസഫ് സി മാത്യു കുമ്പനാട് സ്വദേശിയാണ്. അപ്പോൾ നമ്മുടെ ഒരു അയലത്തെ പയ്യൻ ഉള്ള ഒരു അടുപ്പം നമുക്ക് മാനസികമായി അദ്ദേഹത്തോടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല അദ്ദേഹം തിരുവല്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് വളർന്ന് അനന്തപുരിയിൽ ഉയരങ്ങൾ കീഴടക്കിയ പ്രതിഭയാണ്. ശ്രീ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് സർക്കാരിന്റെ IT ഉപദേഷ്ടാവായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്റ്റാൻഡ് ഔട്ട് എന്ന IT സ്ഥാപനത്തിന്റെ CEO ആണ് അദ്ദേഹം. വളരെ തിരക്കുള്ള ആളാണ് അദ്ദേഹം. നമുക്കറിയാം ഇവിടെ വന്നതിന് ശേഷം പോലും അദ്ദേഹത്തിന് ടെലിഫോണുകൾ വരുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയാം എത്രമാത്രം തിരക്കിന്റെ നടുവിലാണ് അദ്ദേഹം നിൽക്കുന്നതെന്നാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാനായിട്ട് സാജൻ എനിക്ക് നമ്പർ അയച്ചു തന്നപ്പോഴേ ഞാൻ ഓർത്തു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളാണ്, വിളിച്ചാൽ ജാടയായിരിക്കുമോ എന്തായിരിക്കുമോ എന്നൊക്കെ ഒരു ആശങ്കയോടുകൂടിയാണ് അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷേ ഞാൻ അദ്ദേഹത്തെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു പരിചയമില്ല, ഞങ്ങള് വളരെ ആദ്യമായിട്ട് വിളിക്കുകയാണ്.
ഞാൻ പറഞ്ഞു പുള്ളി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല, ആള് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നമ്മള് അങ്ങോട്ട് പറയുന്നതിനെക്കാട്ടും കൂടുതൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന ആളാണ്. അത്രയ്ക്ക് ഒരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വളരെ തിരക്കിനിടയ്ക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക തിരക്കുകൾക്കും അദ്ദേഹത്തിന്റെ മറ്റ് തിരുവനന്തപുരത്തെ മറ്റ് ബന്ധങ്ങളുടെ ഇടയിലും അദ്ദേഹം നമ്മളുടെ ക്ഷണം സ്വീകരിക്കുവാനും ഇവിടെ സംസാരിക്കുവാനും, ഞങ്ങൾ ഇതിനോടകം പലതവണ സംസാരിച്ചു. ഈ ക്ഷണിക്കുവാനൊന്ന് വിളിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഈ വിഷയം എന്തായിരിക്കണം, ഇന്നത്തെ ടോപ്പിക് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. പല സമയത്തും സംസാരിച്ചപ്പോൾ ഒരു ഉറ്റ സുഹൃത്തിന്റെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. വളരെയധികം നന്ദിയുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിക്കാനും ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാനും കാണിച്ച സന്മനസ്സിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ശ്രീ ജോസഫ് സി മാത്യുവിനെ തിരുവല്ല വൈസ്മെൻ ക്ലബിന് വേണ്ടി വിനയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ വൈസ്മെൻ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ സാന്നിധ്യം തന്നെ വളരെ ഊർജം പകരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം എല്ലാ മീറ്റിങ്ങുകളെയും വൻപിച്ച വിജയമാക്കി തീർത്ത വളരെ അതിപ്രഗത്ഭരായിട്ടുള്ള പ്രാസംഗികരാണ് നമ്മളുടെ എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്തത്. ജസ്റ്റിസ് കെ ടി തോമസ് മുതൽ അഡ്വക്കേറ്റ് ജയശങ്കർ, പിന്നെ നമ്മുടെ സംവിധായകൻ ജയരാജ്, ഇതുപോലെ എല്ലാ പേര് കൊണ്ട് മാത്രം എല്ലാവരും തിരിച്ചറിയുന്ന പ്രതിഭകളെ മാത്രം അണിനിരത്തിക്കൊണ്ട് 22 മീറ്റിങ്ങുകൾ നമ്മൾ നടത്തി. ഈ മീറ്റിങ്ങുകളുടെ എല്ലാം വിജയത്തിന്റെ പിന്നിലെ ഊർജം എന്ന് പറയുന്നത് വൈസ്മെൻ കുടുംബാംഗങ്ങളിൽ നിന്ന് ലഭിച്ച സഹകരണവും നല്ല ഉപദേശങ്ങളും ഒക്കെയാണ്. നിങ്ങളുടെ ഇന്നത്തെ സാന്നിധ്യം കൂടുതൽ ബലം പകരുന്നു. എല്ലാവർക്കും ഹൃദയംഗമത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മളുടെ സുഹൃത്തുക്കളായിട്ട് ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നവരെ എല്ലാവരെയും ഞാൻ വ്യക്തിപരമായും വൈസ്മെൻ ക്ലബിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി സമർപ്പിച്ച് ഈ മീറ്റിംഗിൽ എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു. താങ്ക് യു പ്രസിഡന്റ്. ഈ കോവിഡ് കാലത്ത് ഏതെങ്കിലും ഒരു മേഖല ഉന്നതിയിലേക്ക് കുതിച്ചിട്ടുണ്ടെങ്കിൽ അത് IT മേഖല മാത്രമാണ്. IT എന്ന് പറയുമ്പോൾ എന്താണെന്നൊന്നും സാധാരണക്കാരായ മനുഷ്യർക്ക് അറിയത്തില്ല. പക്ഷേ ഒരു IT കാരനെങ്കിലും ഒരു പഞ്ചായത്തിലുള്ള ഒരവസ്ഥയിലേക്ക് കേരളം വളർന്നിട്ടുണ്ട്. ഏത് മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് പഠനമാണെങ്കിലും അതിനുശേഷം IT മേഖലയിൽ കുടിയേറുവാനാണ് ഇന്നത്തെ ചെറുപ്പക്കാർക്കും ആഗ്രഹം. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിന്റെ മുഖ്യ പ്രഭാഷണത്തിനായി എത്തിയിരിക്കുന്നത് ജോസഫ് സി മാത്യു സാറാണ്. സാറ് ഇതുമായി ബന്ധപ്പെട്ട് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നു. എത്രയും സ്നേഹത്തോടെ, എത്രയും ആദരവോടെ മുഖ്യ പ്രഭാഷണത്തിനായി സാറിനെ ക്ഷണിച്ചോളുന്നു. നമസ്കാരം. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാം. ഞാന് തിരുവല്ല എൻ്റെ സ്വദേശമാണ്. ഞാൻ കുമ്പനാട് എന്നുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാവരോടും തിരുവല്ല എന്നാണ് പറയുക, പ്രത്യേകിച്ച് അടുത്തുള്ളൊരു പട്ടണം എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, പഠിച്ച് SES എല്ലാ ദിവസവും സായാഹ്നങ്ങൾ ഏതാണ്ട് അവിടുന്ന് നാട് വിടുന്നിടം വരെ അവിടെ ചെലവഴിച്ച സ്ഥലം എന്നുള്ള രീതിയിൽ തിരുവല്ല എൻ്റെ സ്വദേശം തന്നെയാണ്. അവിടെ നിങ്ങളോടെല്ലാവരോടും ഈ സംസാരിക്കാൻ കഴിഞ്ഞതിലും നിങ്ങൾ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും എല്ലാം ആദ്യം തന്നെ നന്ദി അറിയിക്കുന്നു. ഞാൻ വിവിധ വിഷയങ്ങൾ നേരത്തെ കുരുവിള സാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഏത് സംസാരിക്കണം എന്നുള്ളത് ആലോചിച്ചതാണ്. പ്രളയത്തെ കുറിച്ച് പല ഘട്ടങ്ങളിൽ ആ സമയത്ത് നമ്മുടെ നാട്ടിലുള്ളവർ കുറച്ചുകൂടെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയമുണ്ട്. അത് വീണ്ടും ആവർത്തിക്കപ്പെട്ട ഘട്ടത്തിലും ഇനിയും ആവർത്തിക്കപ്പെടാം എന്നുള്ളൊരു ഭീതിയും. പണ്ട് നമ്മൾ 99 വെള്ളപ്പൊക്കം എന്നൊക്കെ ചിലർ മുതിർന്നവർ പറഞ്ഞു കേട്ടതല്ലാതെ ഇങ്ങനെ ഒരു ഭീതി നമ്മൾ അനുഭവിച്ചിരുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പല വിഷയങ്ങൾ സംസാരിച്ചിരുന്നു. അതിന് സാറിൻ്റെയും കൂടി ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയം സംസാരിക്കാം എന്ന് തിരഞ്ഞെടുത്ത്, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്യുന്ന ഒരു മേഖല എന്നുള്ള രീതിയിൽ. നേരത്തെ ഇവിടെ ഒരു പഞ്ചായത്തിൽ ഒരു IT കാരനെങ്കിലും
എന്ന് പറഞ്ഞു പഞ്ചായത്തിലല്ല, നിങ്ങൾ എല്ലാവരും ഇൻഫർമേഷൻ ടെക്നോളജി, വിവരവിനിമയ സാങ്കേതിക വിദ്യ വ്യാപകമായി ഉപയോഗിക്കുന്നവരാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ നേരത്തെ നിങ്ങൾ ചില സെഷനുകളിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും അങ്ങനെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നും ഞാൻ ഇപ്പോൾ ആമുഖ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് അതിൻ്റെ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ തൊഴിൽ സാധ്യതകളെ കുറിച്ചോ ഒന്നുമല്ല. ഒരു സാധാരണക്കാര് എന്നുള്ള രീതിയിൽ നമ്മൾ ഈ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ അത് നമ്മളെ അറിഞ്ഞും അറിയാതെയും അത് നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നല്ലതും ദോഷവുമായ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അതിനെ കുറിച്ചുള്ള എൻ്റെ ചില അഭിപ്രായങ്ങളും സന്ദേഹങ്ങളും ഒക്കെ പങ്കുവെക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വിഷയം പറഞ്ഞു ഡാറ്റ, ഇൻഫർമേഷൻ ആൻഡ് യു എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി, IT എന്ന് പറയുന്ന ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ളത് വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നുള്ളതാവാൻ കുറച്ചുകൂടെ ശരിയായ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഒരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നും നമ്മൾ പറയാറുണ്ട്. ഞാൻ ഓർമ്മിക്കുന്ന ഒരു 30 വർഷം മുമ്പ്, അല്ലെ ഒരു 25 വർഷം മുമ്പ് കുമ്പനാട്ട് ധാരാളം ആൾക്കാർ, ബന്ധുക്കള് വിദേശത്താണ്. അവിടെ ഒരു മരണം ഉണ്ടായാൽ നമ്മൾ ആ കുരിശുപോലെ അപ്പുറത്ത് വന്ന് ടെലിഫോൺ എക്സ്ചേഞ്ചിന്റെ പടിക്കൽ ട്രങ്ക് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുക. രാത്രിയിൽ മടങ്ങി ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാവരും കാത്തിരിക്കുന്ന ചോദ്യം കണക്ഷൻ കിട്ടിയോ, അവർ വരുമോ എന്നുള്ളതാണ്. കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം രാവിലെ വീണ്ടും പോകണം. ഇവിടെ നിന്നാണ് ഒരു 30 വർഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, ഒരു മാനവരാശിയുടെ ചരിത്രം നോക്കുമ്പോൾ വളരെ ചെറിയൊരു കാലയളവിൽ വന്ന വലിയൊരു മാറ്റം നമുക്കറിയാം. അപ്പൊ വിവരവിനിമയത്തിന്റെ ലോകത്തിൽ വലിയ മാറ്റം സംഭവിച്ചിരിക്കുന്നു, അത് റാപ്പിഡായി സംഭവിച്ചിരിക്കുന്നു. എന്താണ് നമ്മൾ ഈ ഇൻഫർമേഷൻ അഥവാ വിവരം എന്ന് നമ്മൾ പറയുന്നത്? നമ്മൾ അറിവ് എന്ന് പറയുന്നുണ്ട്, അറിവ് നമുക്കുണ്ട്. വിവരം എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അറിവ് ഉണ്ട്, വിവരം നമുക്ക് നൽകി അല്ലെങ്കിൽ വിവരം ലഭിച്ചു എന്നാണ് നമ്മൾ പകർന്നു നൽകിയെന്നാണ്. അപ്പോൾ അറിവ് വി ആർ ഇൻഫോംഡ് അല്ലെങ്കിൽ വി ഇൻഫോംഡ് എന്ന് പറയുന്നത് അറിവിനെ ഒന്ന് ഒരു സീസണിങ്ങിന് വിധേയമാക്കി, അതിനെ കുറച്ചുകൂടെ പ്രസന്റബിൾ ആക്കി, ഒരുപക്ഷെ ഒരല്പം സെൻസറിങ്ങിന് വിധേയമാക്കി നമ്മൾ രൂപപ്പെടുത്തുന്ന ഒന്നാണ് വിവരം എന്ന് പറയുന്നത്. വിവരവിനിമയ സാങ്കേതിക വിദ്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, സാങ്കേതിക വിദ്യയേക്കാൾ പ്രധാനപ്പെട്ടത് ഈ വിവരം രൂപപ്പെടുത്തുക എന്നുള്ളതിലാണ്, അതിനെ പ്രസന്റബിൾ ഫോമിലാക്കുക എന്നുള്ളതാണ്. അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്നും മാറി എന്താണ് ഡാറ്റ എന്നപ്പോൾ എന്താണ് ഈ ഡാറ്റ എന്ന് നമ്മൾ പറയുന്നത് ഒന്ന് ആലോചിക്കാം. ഈ ഇൻഫർമേഷൻ എന്നുള്ളത് ഇത്തരത്തിൽ അറിവ്, നോളജ് ഇൻ എ പ്രസന്റബിൾ ഫോം എന്നാണെങ്കിൽ, ഡാറ്റ എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള വിവരങ്ങളാണ്. അതായത് നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹൃദയധമനികളിൽ ബ്ലോക്കുകളുണ്ട്, അത് ആൾക്കാരുടെ ജീവനെ അപകടത്തിലാക്കാം. അങ്ങനെ അപകടത്തിൽ ആകാതിരിക്കണമെങ്കിൽ അതിന് ചില ട്രീറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ സ്റ്റെൻഡ് ഇടാം, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാം, അത്തരം പല ഇൻഫർമേഷനുകളും ഉണ്ടാവാം. അതിൽ ഇന്ന വ്യക്തികൾക്ക് ബ്ലോക്ക് ഉണ്ട്, അവന് 2 ബ്ലോക്ക് ഉണ്ട്, ഇവിടെ 3 ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നോ അല്ലെങ്കിൽ ഒരു നാടിനെ സംബന്ധിക്കുന്നോ ഉള്ള വിവരങ്ങൾ, നമ്മളെല്ലാത്തിനും വിവരം എന്ന് പറയുമ്പോൾ അതിനെയാണ് ഡാറ്റ എന്ന് നമ്മൾ സാധാരണ പറയുന്നത്. നമ്മൾ ഈ ഡാറ്റ മുറുകെ പിടിക്കണം, ഈ ഡാറ്റയുടെ ചോർച്ച അപകടകരമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്മളിപ്പോൾ ചിന്തിക്കാം, ഈ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ട്, ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ അവൻ്റെ ധമനികളിൽ ബ്ലോക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ അത് അറിഞ്ഞാൽ എന്താണ് ഇത്ര പ്രശ്നം എന്ന് നമ്മൾ വിചാരിക്കുക. അത് പക്ഷെ മറ്റൊരു അസുഖം, അതൊരു HIV ആണെങ്കിൽ അല്ലെങ്കിൽ ഈവൻ ഡയബറ്റിക് ആണെങ്കിൽ പോലും നമ്മൾ അതിനെ സംബന്ധിച്ച് അതിപ്പോൾ അറിയേണ്ടതില്ല എന്ന് നമുക്ക് തോന്നാം. കാര്യം അത് വിവാഹ മാർക്കറ്റിലും ഒക്കെ പ്രശ്നമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വിവരം അല്ലെങ്കിൽ ഈ ഡാറ്റ എന്ന് പറയുന്നത്
നഷ്ടപ്പെട്ടാൽ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതും അതൊരു വ്യക്തിയെ ആശ്രയിച്ചും കൂടിയാണ് ഇരിക്കുന്നത്. ഒരാൾക്ക് പ്രശ്നമായത് മറ്റൊരാൾക്ക് പ്രശ്നമല്ലാതിരിക്കാം. അപ്പോൾ ഇത് ഒരു സാധാരണക്കാരൻ്റെ ഒരു പെർസ്പെക്റ്റീവിലും കൂടി ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഡാറ്റയുടെ ഒരു സാമാന്യമായിട്ടുള്ള ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയയുടെയും മറ്റു ഉപയോഗം. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പൊതുവെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം വരുന്നിടത്തും നമ്മൾ ചോദിക്കുന്നത്, ഇന്ന് മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത്, ഇപ്പോൾ തന്നെ ഈ സാങ്കേതിക വിദ്യ ഇല്ലായിരുന്നെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 2 വർഷം ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ സാമൂഹിക ജീവിയായ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമ്മൾ തുപ്പലിനെ ഇത്രയധികം ഭയപ്പെടണം, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഇത്രയധികം തുപ്പൽ ഭക്ഷിച്ച് ജീവിക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവ് തന്നെ നമുക്ക് ഇപ്പോഴായിരിക്കും ലഭിക്കുന്നുണ്ട്. പുറത്തേക്ക് നമ്മൾ ഒരു ദിവസം സഞ്ചരിക്കുമ്പോൾ എത്ര പേരുടെ ശ്വാസത്തിൽ നിന്ന് അല്ലെങ്കിൽ തുപ്പൽ കണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പറ്റാം എന്നൊക്കെ ഉള്ളത് ഇത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ അറിവായിരിക്കാം. അതും പോട്ടെ, വിഷയം അതിലല്ല. നമ്മുടെ ഡാറ്റയിലേക്ക് വന്നാൽ നമ്മൾ ഒതുങ്ങിയിരിക്കുന്നു, നമ്മളിത് വ്യാപകമായി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നു വിപുലമായി. അപ്പോൾ നമുക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഡാറ്റയെ കുറിച്ച് ഇത്രയധികം ബോധർ ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം വളരെ വ്യാപകമായി നമ്മൾ കേൾക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഡാറ്റയുടെ പ്രൈവസി ഇഷ്യൂവിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പം നമ്മളോട് യോജിക്കുന്നവർ പോലും അത് കഴിയുമ്പോൾ നമ്മളോട് പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നമ്മുടെ വീട്ടിൽ സെർച്ച് ചെയ്യണമെന്ന് പറഞ്ഞു വരുമ്പോൾ ആ ആളെ വീട്ടിൽ കയറ്റാൻ നമ്മൾ വിസമ്മതിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ നമുക്കത്ര സന്തോഷമില്ലാത്തതിൻ്റെ കാരണം നമ്മളവിടെ ബോംബ് ഒളിപ്പിച്ചു വെച്ചത് കൊണ്ട് മാത്രമല്ല. നമ്മുടെ വീട്ടിലേക്ക് കടന്ന് കയറി ഒരു അധികാരി പരിശോധിക്കുക എന്ന് പറയുന്നതോ, ഒരാൾ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നതോ, അത് നമുക്കെന്തെങ്കിലും മറയ്ക്കാനുള്ളത് കൊണ്ട് മാത്രമല്ല സ്വീകാര്യമല്ലാതിരിക്കുന്നത്. അതിലൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നമ്മൾ ലിബർട്ടി, നമ്മളെപ്പോഴും നമ്മുടെ ഭരണഘടനയുമായി സംസാരിക്കുമ്പോഴും നമ്മളെല്ലാം പ്രിയാമ്പിൾ പഠിക്കുമ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ലിബർട്ടി. നമ്മൾ പലപ്പോഴും പരിഭാഷപ്പെടുത്തുമ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല എന്നെനിക്കൊരു തോന്നലുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ അതിൻ്റെ ഒരു പരിഭാഷ ഭരണഘടന എന്നാണോ അതോ ഒരു നിർമ്മാണ ഘടനയാണോ എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. വി ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദാറ്റ് വേ. പ്രത്യേകിച്ച് ഇന്ന് BJP പോലെ ചില ദേശം ഭരിക്കുന്ന ശക്തികൾ രാജ്യത്തെക്കുറിച്ചും രാജ്യദ്രോഹത്തെക്കുറിച്ചുമുള്ള പുതിയ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് അത് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്. ലിബർട്ടി ഈസ് മച്ച് മോർ ദൻ ഫ്രീഡം. ഫ്രീഡം, യു ആർ ഫ്രീ ടു ഗോ എന്ന് പറയുന്നത് എനിക്ക് അനുവദിച്ച് കിട്ടിയ ഒന്നാവാം ഒരുപക്ഷെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ ലിബർട്ടി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്ന ഒന്നാണ്. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളുടെ അവകാശം ആരെങ്കിലും നമുക്ക് ദാനം തരുന്നതല്ല. അത് നമ്മളുടെ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആ ലിബർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരാൾ അനുവദിച്ചു തരുന്ന ഒരു ചട്ടക്കൂടിനകത്ത് ജീവിക്കേണ്ട ഒരാളല്ല മനുഷ്യര്. പ്രത്യേകിച്ച് നമ്മൾ ഒരു ക്രിസ്ത്യൻ ബിലീഫിൽ സെൽഫ് വില്ലിനെ കുറിച്ചും ഒക്കെ പറയുന്നിടത്ത് അത് കൂടുതൽ മനസ്സിലാകേണ്ടതാണ്. അല്ലെങ്കിലും രാഷ്ട്രീയമായി തന്നെ അത് മനസ്സിലാകേണ്ടതാണ്. അപ്പോൾ ഇത് പക്ഷെ അത് പറയുന്നിടത്തും നമ്മളൊരു ഒരു പൗരൻ, ഭരണഘടനയുടെ അടിസ്ഥാന ഘടകമായിട്ടുള്ളൊരു പൗരൻ എന്ന് പറയുന്നതും പ്രജ എന്ന് പറയുന്നതും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു വിഷയം എന്നുള്ള രീതിയിൽ അതൊന്നും നമ്മളെ നേരിട്ട് ബാധിക്കാത്ത വിഷയമായതുകൊണ്ട് ഒരുപക്ഷെ നമ്മളത് അത്രയും ശ്രദ്ധിക്കില്ല. എപ്പോൾ വരെ നിങ്ങളൊരു പൗരൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പൗരാവകാശങ്ങൾ വ്യക്തിപരമായി ധ്വംസിക്കപ്പെടുകയും നിങ്ങളൊരു പ്രജ എന്നുള്ള രീതിയിൽ ഞാൻ അനുവദിച്ചിടം വരെ പോയാൽ മതി എന്നുള്ള രീതിയിൽ നമ്മൾ ഒതുക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ, അത് വ്യക്തിപരമായ ഒരു അനുഭവമായി മാറുന്ന ഘട്ടത്തിൽ ചിലപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ ആ ഘട്ടത്തിൽ നമുക്ക് വേണ്ടി പ്രതികരിക്കാൻ അയൽവക്കക്കാരുണ്ടാവില്ല. കാരണം അവരുടെ പൗരാവകാശങ്ങളോ അവരുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതോ അങ്ങനെ അവർ they might not have gone to the boundaries. They are also restricted, but they might be comfortably roaming around at the middle. ഇതൊരു അതിന്റെ ബൗണ്ടറിയിലേക്ക് നമ്മൾ പോകേണ്ട ഒരു ഘട്ടം വരുമ്പോഴാണ് നമുക്ക് അതിനപ്പുറത്ത് എന്തുകൊണ്ട് ഇത് നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ചിന്ത പോലും നമ്മളിൽ പലപ്പോഴും ഉണ്ടാകുന്നത്.
നമ്മൾ വീണ്ടും ഡാറ്റയുടെ കാര്യം തന്നെ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒക്കെ ഉപയോഗിക്കുകയും ഒരുപക്ഷെ ഒരു ദിവസം 2-3 മണിക്കൂറെങ്കിലും അതിൽ ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്നവരാവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ചുറ്റും കാണുന്നവരുടെ ഒരു ക്രോസ് സെക്ഷനിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ കുരിശുമലയിലെ ട്രങ്ക് കുക്കിങ്ങിന്റെ ദിവസങ്ങളിൽ നിന്ന് നമ്മൾ കണക്റ്റഡ് ആയിട്ട് ലോകത്തെമ്പാടും ഉള്ളവരോട് ആശയവിനിമയം നടത്താൻ കിട്ടുന്ന ഒരു സൗകര്യം, അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഏതാണ്ട് ഒരു സൗജന്യം എന്നുള്ള ഒരു അവസ്ഥ, ഇതെല്ലാം നമ്മൾ വളരെ റെലിഷ് ചെയ്യുന്നു, നമ്മൾ അതിൽ ആസ്വദിക്കുന്നു. അത് തീർച്ചയായിട്ടും ജീവിതം പഴയതിൽ നിന്ന് വ്യത്യസ്തമാണ്, അങ്ങനെ ആവുകയും വേണം. പക്ഷെ ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയ ടൂളും ഉപയോഗിക്കുന്ന ഒരാളല്ല. എനിക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, വാട്സപ്പ് ഇല്ല. ഞാൻ ഓർക്കുട്ടിൻ്റെ കാലത്തും അങ്ങനെ ഒരു അക്കൗണ്ട് എടുത്തിട്ടില്ല. അത് ചെയ്യാതിരുന്നതിൻ്റെ കാര്യം ഇതിനൊരു റെലവൻസും ഇല്ല എന്ന് വിചാരിച്ചിട്ടല്ല. തീർച്ചയായിട്ടും ഇത് വളരെ റെലവൻ്റാണ്. ഇത് നമ്മൾ കണക്റ്റഡ് ആകുന്നതിൻ്റെ മാത്രം റെലവൻസ് അല്ല, വേറെ ഒരുപാട് രീതിയിൽ ഒരു പൗരന് അവന് സംസാരം, അവന് ഒരു വേദി നൽകുന്ന ഒരു മാർഗവും കൂടിയാണ് സോഷ്യൽ മീഡിയ. പക്ഷെ ഞാനത് ഉപയോഗിക്കാത്തതിൻ്റെ കാര്യം, ഈ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇന്നത്തെ പ്രസന്റ് ഡേ സോഷ്യൽ മീഡിയ ടൂളുകളൊന്നും മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതല്ല എന്നുള്ളത്. അത് ഞാൻ പറയാൻ കാരണം, ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷനുള്ള ഒരു ചാനൽ ഉണ്ടാക്കാൻ പറയുകയാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്ക് 1-to-1 കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, 1-to-many കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. നമ്മൾ ഒരാൾ വേദിയിൽ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരോട് സംസാരിക്കുകയാണ്, അത് 1-to-many കമ്മ്യൂണിക്കേഷൻസ് ആണ്. മെനി ടു മെനി എന്ന് പറയാവുന്ന രീതിയിൽ തെരുവിലെ സംഭാഷണങ്ങൾക്ക് സിനോണിമസ് ആയിട്ടുള്ള സംഭാഷണമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും, 1-to-1 ആവും. അത് കഴിഞ്ഞ് ബ്ലോഗ് പോലെ 1-to-many എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ടൂളുകൾ ഉണ്ടാവും. ഇനി റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന മറ്റൊരു സംഭാഷണമാണ് തെരുവിലെ സംഭാഷണങ്ങൾ. അതുപോലെ ധാരാളം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന അതിൻ്റെ ഒരു ഡിജിറ്റൽ രൂപമാണ് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയിലുണ്ട്. അവിടെ വാർത്തയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. ഒരു വാർത്ത കാട്ടുതീ പോലെ പടർന്നു എന്നാണ് നമ്മൾ പറയാറ്. അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം എന്നുള്ളതാണ് കാട്ടുതീ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇവിടെ കൃത്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വൈറലായി എന്ന് നമ്മൾ പറയുക. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം ലോകം മുഴുവൻ പടരാൻ ശേഷിയുള്ള തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അത് വളരെ ശരിയുമാണ്. അതിൻ്റെ എന്താണോ ക്യാരക്ടർ, അതിനെ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ആരാണ് ഇതിൻ്റെ എൻഡ് യൂസർ എന്നുള്ളതാണ്. ഇതാരാണ് ഉപയോഗിക്കുന്നത്? ഇത് ഉപയോഗിക്കുന്നത് മനുഷ്യരാണ്. ആ എൻഡ് യൂസർക്ക് ചില പ്രത്യേകതകളുണ്ട്. മറവിയില്ലാതെ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയില്ല. കാലം മുറിവുകളെ മായ്ക്കും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാരണം ഈ മറവി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ടൂളുകളെല്ലാം ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് മറവി അനുവദിക്കാത്ത രീതിയിലാണ്. യു റൈറ്റ് എവറിത്തിങ് ഓൺ ദ വാൾ ആൻഡ് ദ വാൾ ഫോളോസ് യു വേർ എവർ യു ഗോ. അത് മനുഷ്യന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒന്നല്ല. എന്തുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്? മറിച്ച് അത് നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ സാധാരണ കമ്മ്യൂണിക്കേഷൻ പോലെ അതിനെ ഡിസൈൻ ചെയ്യാൻ കഴിയാഞ്ഞിട്ടാണോ? ഇത് ഇത്ര പബ്ലിക്കായിട്ട് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് എ ഡിസൈൻ ഫോർ പ്രോഫിറ്റ്. മറ്റൊരു കമ്പൽഷൻ കൊണ്ട് ഇങ്ങനെ അത് ചെയ്യാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ചെയ്തിരിക്കുന്നതല്ല. ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ ഒരു വലിയ ഗൂഢോദ്ദേശമുണ്ട്. അതായത് ഇന്നത്തെ കാലത്ത് പ്രൈവസി എന്ന് പറയുന്നത് അത്ര ആഗ്രഹിക്കത്തക്ക ഒന്നല്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ വിവരങ്ങളെല്ലാം ആ കമ്പനിക്ക് കൊടുക്കുന്നില്ലേ? സോഷ്യൽ മീഡിയയിലൂടെ കൊടുക്കുന്നില്ലേ? ഫേസ്ബുക്ക് ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ലേ? പിന്നെ ഞങ്ങൾ ചോദിക്കുമ്പോൾ മാത്രം തന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ളതാണ്.
അപ്പൊ നിങ്ങളുടെ ഒരു മനുഷ്യന്റെ പ്രത്യേകിച്ച് പ്രൈവസി നമ്മളുടെ മൗലികാവകാശമാണ് എന്നുള്ളത് കോടതി അടിവരയിട്ട് കഴിഞ്ഞ ശേഷവും ഇടതുപക്ഷ പ്രതിനിധികൾ പോലും, എന്റെ സുഹൃത്തുക്കളായിട്ടുള്ളവർ പോലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി ചോദിക്കുന്ന ചോദ്യം സ്പ്രിംഗ്ലറിന്റെ ഒക്കെ വിവാദത്തിൽ നമ്മൾ കണ്ടതാണ്. എന്തിനാണ് പ്രൈവസി, അല്ലെങ്കിൽ തന്നെ ഈ ഡാറ്റ എല്ലാം നഷ്ടപ്പെട്ടില്ലേ എന്ന് പറയുന്നത്. അതൊരു വളരെ വഷളൻ ചോദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ ചില സ്ത്രീകളെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ തന്നെ ഞാനെന്ന് കുടുംബം മാത്രമാണോ ഈ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ഒരു വഷളൻ ചോദ്യമായിട്ടാണ് ഞാനതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ നമ്മുടെ വിഷയം വിപുലമായതുകൊണ്ട് ഞാൻ വീണ്ടും മുന്നോട്ട് പോകണം. ഞാനത് നിങ്ങൾ ആരും ഉപയോഗിക്കണ്ട എന്നല്ല ഞാൻ പറയും എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഞാൻ പറയുന്നത് നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, തെരുവിലെ സംഭാഷണങ്ങൾക്ക് സിനോണിമസ് ആയിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. തെരുവിലെ സംഭാഷണങ്ങൾ സൈലന്റ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയില്ല. അത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തെരുവ് നിശബ്ദമായാൽ അത് ശ്മശാനമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ തെരുവിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കണം. അതായത് നമ്മളൊരു ബെഡ്റൂമിൽ ഇരുന്ന് നമ്മൾ ആ സംഭാഷണങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു റിയൽ ലൈഫ് ആംബിയൻസ് ടെൽസസ് ദാറ്റ് യു ആർ ഇൻ എ പ്രൈവറ്റ് സ്പേസ്. അത് നമ്മൾ പറയാതെ തന്നെ നമ്മുടെ അവബോധ മനസ്സ് നമ്മളോട് പറയുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വി ആർ ഓൺ ദ സ്ട്രീറ്റ്സ്. അങ്ങനെ അത് ഉപയോഗിക്കാവൂ എന്നുള്ള അതിന്റെ തിക്തഫലം അല്ലാത്തതിന്റെ തിക്തഫലമാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ കതകും ജനലും എല്ലാം അടച്ച് നമ്മുടെ ബെഡ്റൂമിൽ വന്ന ശേഷം നമ്മൾ ഒരു വിൻഡോ വീണ്ടും തെരുവിലേക്ക് തുറക്കുകയാണ്. അത് വിൻഡോ ആവാം, അത് ഡോർ ആവാം. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിന്റെ ID എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ഫേക്ക് ഐഡികൾ റിമൂവ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐഡികളെ ഉള്ളൂ, അല്ലാത്ത ഐഡികളില്ല. അത് ഒരാളുടെ പല ഐഡികളിൽ ഒന്നാവാം, ഒരു ഗ്രൂപ്പിന്റെ ഒരു ഐഡിയ ആവാം. അതായത് നിങ്ങളൊരു തെരുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളൊരു കാർ അപകടം കാണുന്നു, നിങ്ങൾ അവിടെ നിൽക്കുന്നവരോട് ചോദിക്കുന്നു എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഒരാൾ പറയുന്നു അമിത വേഗത്തിലായിരുന്നു കാർ, മറ്റൊരാൾ പറയുന്നു അലക്ഷ്യമായി റോഡ് മുറിച്ച് കടന്നതാണെന്ന് പറയുന്നു. നിങ്ങൾ പലരോട് ചോദിച്ച ശേഷം നിങ്ങൾ അവിടുന്ന് ഒരു അഭിപ്രായം രൂപീകരിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ അവിടെ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ആളുടെ അഭിപ്രായത്തിന് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്തേക്കാം. പക്ഷേ ഈ തെരുവിൽ നിങ്ങളോട് സംസാരിച്ചവരെല്ലാം ആധാർ കാർഡ് കാണിച്ചിട്ടോ ID കാർഡ് കാണിച്ചിട്ടോ അല്ല നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുന്ന അപരിചിതരോടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവിടുന്ന് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മളൊരു അഭിപ്രായം രൂപീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിനെ കുറിച്ച്. അതുപോലെ മാത്രമേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങളെ നമ്മൾ കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യം. രണ്ടാമത്, ഈ സോഷ്യൽ മീഡിയയുടെ ഒരു വിഷയം, ഇത് മനുഷ്യർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതല്ലെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, നമ്മളെല്ലാം സാമൂഹിക ജീവികളാണ്. നമ്മൾ ഒരു ഘട്ടത്തിൽ ഭർത്താവാണ്, വേറെ ചിലരുടെ മുന്നിൽ നമ്മൾ അച്ഛനാണ്, മറ്റൊരിടത്ത് മകനാണ്, വേറെ ചിലയിടത്ത് സുഹൃത്താണ്. ഇങ്ങനെ വിവിധ പെർസെപ്ഷനുകളിൽ ഈ പെർസീവ്ഡ് ഇമേജ്, വി ആർ വാട്ട് അതേഴ്സ് തിങ്ക് വി ആർ, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന് പിന്നെ പിടിച്ചു നിൽക്കാൻ വലിയ പാടാണ്. കാര്യം പെർസെപ്ഷനുകളെല്ലാം തകർന്നു. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ പെർസെപ്ഷനുകളെ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ഒളിഞ്ഞുനോട്ട സ്ഥലം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയക്കകത്ത് നടക്കുന്നതെന്ന് നമുക്കറിയാം. നമുക്ക് മിക്ക കമ്പനികൾക്കും HR ഡെസ്കുകൾക്ക് ഇപ്പോൾ ഡെസ്കിൽ ഈ ഓരോ എംപ്ലോയിയെയും അവരുടെ സോഷ്യൽ മീഡിയയിലെ ബിഹേവിയർ വെച്ചിട്ട് അവൻ്റെ ആറ്റിറ്റ്യൂഡ് ഉൾപ്പെടെ അളക്കാനുള്ള ഒരു വിങ് തന്നെ ഉണ്ട്. ഇങ്ങനെ ഈ ഒരു മനുഷ്യന്റെ പെർസീവ്ഡ് ഇമേജിനെ തകർക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു മനുഷ്യനെ തകർക്കുക എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രൈവസി എന്ന് പറയുന്നത് അത്ര ആഗ്രഹിക്കത്തക്ക, അത്ര പ്രോഗ്രസീവായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് സാങ്കേതിക വിദ്യയുടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 25 വർഷം കൊണ്ടുണ്ടായ ഒരു റാപ്പിഡ് ആയിട്ടുള്ള ഒരു മാറ്റം. ഈ മാറ്റത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെടാൻ നമുക്കൊരു വ്യക്തി എന്നുള്ള രീതിയിലും സമൂഹം എന്നുള്ള രീതിയിലും
ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കുളിക്കടവുകൾ എടുത്താൽ തന്നെ എല്ലാ കാലത്തും അവിടെ ഒളിഞ്ഞു നോട്ടക്കാരെ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. നമ്മൾ പഴയ കഥകൾ വായിക്കുമ്പോൾ തൊട്ടേ ഉണ്ട്. അതൊരു കല്ല് വലിച്ചെറിഞ്ഞ് അവർ ഓടിപ്പോവുക എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് ഈ മൊബൈൽ ഫോണും ക്യാമറയും സോഷ്യൽ മീഡിയയും ഒക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ പ്രിന്റ് എടുക്കുകയും ഇത് പ്രചരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നിടത്ത് ഇതിൻ്റെ ഒരു കൊളാട്രൽ ഡാമേജ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. ഇതിനോട് പലരും, ഇപ്പോൾ നമ്മുടെ ജസ്റ്റിസ് ശ്രീദേവി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ജഡ്ജിയായിരുന്ന ആള് പറഞ്ഞു ഈ മൊബൈൽ ഫോണിലെ ക്യാമറകൾ നിരോധിക്കണം എന്ന് പറഞ്ഞു. ഇത് പലരും പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പണ്ട് ട്രാക്ടർ തടയണം എന്നൊക്കെ പറഞ്ഞതുപോലെയാണ്. അത് സാധ്യമല്ല. അത് പുതിയ ദാറ്റ് ഈസ് എ ന്യൂ നോർമൽ. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അതേ സമയത്ത് പണ്ടൊക്കെ ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് സത്യം പറയുന്ന ഒന്നായിരുന്നെങ്കിൽ ഇന്ന് ഫോട്ടോഗ്രാഫ് എന്ന് പറയുന്നത് ഈസ് ആസ് ഗുഡ് ആസ് എ ഡ്രോയിങ്. ഒരു പിക്ചർ, ഒരു പടം പോലെ മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയും സൃഷ്ടിക്കപ്പെടാം. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ഭാഗത്തൂടെ ഈ സാങ്കേതിക വിദ്യ നമ്മളുടെ ഒരു നോർമൽസിയെ തകർക്കുമ്പോൾ മറുഭാഗത്തൂടെ അതിനെ റിക്കൂപ്പ് ചെയ്യാനുള്ള കുറെ മാർഗങ്ങളും വരുന്നുണ്ട്. എ ന്യൂ നോർമൽ വിൽ റൈസ്. എൻ്റെ വിഷയം ഡാറ്റ ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, സമയവും കുറവായതുകൊണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ കുടുംബം, നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ മുന്നിലുള്ള നമ്മളുടെ ജീവിതത്തിൽ തൊട്ടടുത്ത് നമ്മൾ കുളിക്കാൻ പോകുന്നിടത്ത്, നനയ്ക്കാൻ പോകുന്നിടത്ത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒക്കെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നുവെങ്കിൽ പവർ ഹൈറാർക്കി എന്നുള്ള രീതിയിൽ അധികാരികളോട്, ഗവൺമെന്റുകളോടുള്ള കാര്യത്തിൽ എങ്ങനെയാണ് ഇത് മാറ്റുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളെയും നമ്മൾ ട്രൂത്ത്, ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമ്മൾ ഇത് തെരുവിലെ ശബ്ദങ്ങൾക്ക് തുല്യമാണ്, ഇത് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നുപോകും. പക്ഷെ ഗവൺമെന്റ് ഈ ഫോൾസ് ന്യൂസ്, ഫേക്ക് ന്യൂസ് പ്രിവെന്റ് ചെയ്യാൻ എന്നുള്ള രീതിയിൽ വളരെ ശക്തമായിട്ട് ഇടപെട്ട് മുന്നോട്ട് വരികയാണ്. ഒരു സാധാരണക്കാരൻ, തെരുവിൽ സംസാരിക്കുന്ന ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പൂർണ്ണമായ സത്യം അറിഞ്ഞ് മാത്രമേ സംസാരിക്കാവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ സംസാരിക്കാനേ പാടില്ല എന്നാണ്. അവൻ എങ്ങനെയാ സത്യം അറിയുന്നത്? അവൻ എന്ത് വിവരാവകാശം ഉണ്ടെങ്കിലും അവനിത് കിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മൾ എത്ര അപേക്ഷിച്ചാലും കാത്തിരുന്നാലും പൂർണ്ണമായത് നമുക്ക് കിട്ടില്ല എന്നറിയാം. അതുകൊണ്ട് എന്താണ് ഈ ഫോൾസ് ന്യൂസ് എന്നുള്ളതിനെ കുറിച്ച് ഇവർ വിചാരിക്കുന്നത്, ധരിക്കുന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പൊ ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത് പലപ്പോഴും ഈ ഫോൾസ് ന്യൂസ് എന്നുള്ള പേരിൽ ഈ പൗരനെ നിശബ്ദനാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒരാളുടെ മരണ വാർത്ത ഒക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് എല്ലാ കാലത്തും ചെയ്യുന്നത് പോലെ നമ്മുടെ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. ജീവനോടിരിക്കുന്നവർ മരിച്ചു എന്ന് കുമ്മനാട് ഹെബ്രോൻപുരത്തെ കൺവെൻഷനിൽ ചെന്ന് അനൗൺസ് ചെയ്യിച്ച മനുഷ്യനെ കുറിച്ച് അവിടെ ആളെ ചൂണ്ടിക്കാണിച്ച് നമ്മളോട് പറഞ്ഞത് നമുക്കറിയാം, നമ്മുടെ മുൻതലമുറയിലുള്ളത്. അപ്പൊ ഇത് എല്ലാ കാലത്തും നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പറയും, നമ്മളതെടുത്ത് പ്രചരിപ്പിക്കും. അതിലൊരു ആനന്ദം കണ്ടെത്തുന്ന വൈകല്യമുള്ള ആൾക്കാരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ശരിയായ വാർത്ത കൊണ്ട് ഈ തെറ്റായ വാർത്തയെ കൗണ്ടർ ചെയ്യാൻ ഇവർക്ക്? ഹൗ ഡു വി പ്രിവെന്റ് ഫോൾസ് ന്യൂസ്? ഒരു രാജ്യത്ത് ഒരു പ്രൈം മിനിസ്റ്റർക്കോ ചീഫ് മിനിസ്റ്റർക്കോ കൊടുക്കുന്ന അവരുടെ വാക്കിനേക്കാൾ കൂടുതൽ വില യഥാർത്ഥത്തിൽ ഈ തെരുവിലെ സംഭാഷണം പോലെ അനോണിമസ് ആയിട്ട് വരുന്ന ഒരു ഐഡിയയിൽ നിന്നുള്ള ഒരു വാർത്തയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ then we are in for a much more serious trouble. നമ്മുടെ വിഷയം ഇതിനേക്കാളിലൊക്കെ വളരെ വലുതാണ്. ഇവരുടെ വിശ്വാസ്യതയാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഇവരെ ഒരു ഭാഗത്ത് അതിനെ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഇത് നിശബ്ദമാക്കാൻ ശ്രമിക്കും. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഒളിഞ്ഞു നോട്ട പ്രശ്നങ്ങളാണ്, പരദൂഷണം എന്ന് പറയുന്നതാണ്. ഇതൊക്കെ നാട്ടിലുള്ളതാണെങ്കിലും ഡിജിറ്റൽ പ്രിന്റ് വരികയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുവരിൽ എഴുതുകയും ചുവരെല്ലായിടത്തും ഫോളോ ചെയ്യുകയും ചെയ്യുന്നിടത്ത് ഇതിൻ്റെ ഒരു ഡാമേജ് എന്ന് പറയുന്നത് നേരത്തെ ഉള്ളതിനേക്കാൾ വളരെ വിപുലമാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ എടുത്ത് ഹൈപ്പ് ചെയ്തുകൊണ്ട് ഗവൺമെന്റും അധികാരികളും അതിനോട് പ്രതികരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയധികം കൺസേൺ നമുക്ക് ഇതിനോടുണ്ടോ. ഇന്ന് നമ്മൾ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ രാജിവെച്ച ദിവസവും കൂടിയാണ്. നമ്മൾ ഈ കൺസേണുകൾ പലരുടെയും കാണുകയാണ്, അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം വിഷയങ്ങളെക്കുറിച്ച്
അവർ പ്രതികരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിനുവേണ്ടി IT ആക്ട് കൊണ്ടുവരുന്നു, IT റൂളുകൾ കൊണ്ടുവരുന്നു, ഒരുപാട് കേസുകൾ ഫോം ചെയ്യപ്പെടുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു വിഷയം പരിഹരിക്കാനോ തടയാനോ ശിക്ഷിക്കാനോ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ? അതല്ല അവരുടെ ഉദ്ദേശം. ഈ IT ആക്ട് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതൊക്കെ വെറും ഡ്രാക്കോണിയൻ നിയമങ്ങളാണ്. ഇതെല്ലാം കൊണ്ടുവരുന്നത് പകരം രാജ്യസുരക്ഷയെക്കുറിച്ച് സംസാരിക്കാനും രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് കേസുകൾ സ്ലാപ്പ് ചെയ്യാനും ഒക്കെ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാജ്യത്തെ നിർമ്മിച്ച ഒരു ചട്ടക്കൂടുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് സത്യത്തിൽ ഏറ്റവും വലിയ രാജ്യദ്രോഹം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭരിക്കുന്നവരാണ് ഏറ്റവും വലിയ രാജ്യദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സംസാരിക്കുന്ന വ്യക്തിക്കെതിരെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞ് ഇത്ര പ്രാകൃതമായ നിയമങ്ങൾ ചുമത്തിക്കൊണ്ട് ഓരോരുത്തരെയായിട്ട് ജയിലിലിടാൻ വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ട്. ഈ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞു നോട്ടവും ഈ പരദൂഷണം പറച്ചിലും അത് സോഷ്യൽ മീഡിയയിലാകുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് കൂടുന്നതും അത് ഉണ്ടാക്കുന്ന വിഷമം തന്നെ അതുപോലെ തന്നെ 10 മടങ്ങ് വർദ്ധിക്കുന്നതും എല്ലാം യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയല്ല സർക്കാരുകൾ ശ്രമിക്കുന്നത്. സർക്കാരുകളുടെ ഉദ്ദേശം മറ്റൊന്നാണ് എന്നുള്ളത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതുപോലത്തെ ഓരോ കേസുകളോടും സർക്കാർ വളരെ വൈകാരികമായിട്ട് പ്രതികരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ സമയം കൂടുതൽ എടുത്താണ് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അത് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൈവസി നിയമം ആണ് ഇതിനുള്ള സൊല്യൂഷൻ. മറിച്ച് നമ്മൾ ചോദിക്കുന്ന ഇതിൻ്റെ സൊല്യൂഷനായിട്ട് ആർക്കാണ് ഡാറ്റ വേണ്ടത്, ഡാറ്റ നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ബാക്കി പ്രശ്നങ്ങളെല്ലാം നമ്മൾ ഈ ഒളിഞ്ഞുനോട്ടവും പരദൂഷണവും സോഷ്യൽ മീഡിയയിലുള്ള അബ്യൂസും അതെല്ലാം നമ്മൾ പ്രശ്നമാണെന്ന് പറയുകയും നമ്മൾ പ്രൈവസി വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നിടത്തൊരു വലിയ വൈരുദ്ധ്യമുണ്ട്. നമ്മൾ മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യുന്ന സമയത്ത് അതാരായാലും, അത് നമ്മുടെ അയൽക്കാരനായാലും കൊള്ളാം, സർക്കാരായാലും കൊള്ളാം, ഇനി നാളെ നമ്മളായാലും കൊള്ളാം, പ്രൈവസിയെ ഇൻട്രൂഡ് ചെയ്യുന്നിടത്ത് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും അതിലൂടെ മാത്രമേ ഇതിനെ തടുത്തു നിർത്താൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇതിന് തീർച്ചയായിട്ടും ഒരു ക്ലാരിറ്റി കൂടുതൽ വേണ്ടതുണ്ട്. ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ ഗോവിന്ദചാമിയുടെ വിഷയമുണ്ടായി, സൗമ്യയുടെ കൊലക്കേസിന്റെ സമയത്ത് ഞാൻ ഉൾപ്പെടെ ആലോചിച്ചിട്ടുണ്ട്. ഒരു ട്രെയിൻ നിറച്ച ആൾക്കാരുണ്ട്, ട്രെയിനിൽ നിന്ന് വലിച്ചിട്ട് ഉപദ്രവിക്കുന്ന സമയത്ത് ഇവരാരും പ്രതികരിച്ചില്ലല്ലോ എന്നുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കാറുണ്ട്. ഇത്ര കുരുടരായി പോയല്ലോ നമ്മുടെ സമൂഹം എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടതാണ്. എന്നാൽ അതേ സമയത്ത് വേറെ ചിലയിടത്ത് പാർക്കിലും മറ്റുള്ളിടത്തും പോയി മോറൽ പോലീസിങ് നടത്തുന്നുടനെ നമ്മൾ ഈ സമൂഹത്തോട് ഇവനൊന്നും വേറെ പണിയില്ലേ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിന്റെ ഭാഗമായി തെരുവിൽ നിൽക്കുന്ന ഒരു പൗരനോട് നമ്മൾ എന്താണ് പറയുന്നത്? എപ്പോഴവൻ ഇടപെടണം, എപ്പോഴവൻ ഇടപെടണ്ട എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഞാൻ എൻ്റെ മകള് പുറത്തേക്ക് പോകുന്നു, ഈ റോഡിലൂടെ പോകുന്നു, പകൽ അവൾ പോകുമ്പോൾ ഞാൻ വളരെ കംഫർട്ടബിൾ ആണ്. രാത്രി അതേ തെരുവിലൂടെ അവൾ സഞ്ചരിക്കുന്നു എന്ന് കേട്ടാൽ എനിക്ക് വേവലാതിയാണ്. എന്തുകൊണ്ടാണ്? പകല് അവിടെ പൊതുസമൂഹം അവിടെ ഉണ്ട് എന്നും പൗരന്മാർ അവരെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ നാളെ അവര് ഒരു മോറൽ പോലീസിങ്ങിന്റെ ഭാഗമായി ഇവളെ പിടിച്ചു നിർത്തി നീ ആരാ ഇവൻ്റെ കൂടെ പോകുന്ന, ഇതാരാ എന്ന് ചോദിച്ചാൽ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഞാൻ പറയുന്നത് the public should intervene only if she is asking for it. നമ്മളൊരു പൗരന്റെ സ്വാതന്ത്ര്യം എന്നുള്ള രീതിയിൽ അവരെ നമ്മൾ സഹായിക്കുകയും അവരുടെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യേണ്ട ഘട്ടം ഏത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും അവിടം വരെ അവരുടെ പ്രൈവസിയെ മാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഒരു സമൂഹം അത് രൂപപ്പെടേണ്ടതുണ്ട്. ആ ക്ലാരിറ്റി സൊസൈറ്റി എന്നുള്ള രീതിയിൽ നമുക്കുണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അത് പൊതുസമൂഹത്തിന്റെ കാര്യമാണെങ്കിൽ നമ്മൾ സർക്കാരിന്റെ കാര്യത്തിൽ തന്നെ ആധാറിന്റെ കാര്യം ഉദാഹരണത്തിനെടുക്കാം. ആധാർ ഒരു സർവൈലൻസ് കിറ്റാണ്. ഇപ്പോൾ ഈ ജൂൺ 30 ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. IT റിട്ടേൺസ് ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ പാൻ കാർഡിന്റെ കൂടെ അത് ക്ലബ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതുവരെയും ആധാർ എടുത്തിട്ടില്ല. ഇനി എടുത്ത് അത് 30-ാം തീയതിക്കുള്ളിൽ അത് ക്ലബ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാര്യം നിയമപരമായി സുപ്രീം കോടതിയും പറയുന്നു അത് ചെയ്യണം. പക്ഷെ ആധാർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നു, നമ്മളെല്ലാവരും ബയോമെട്രിക് ഇൻഫർമേഷൻ
ഉൾപ്പെടെ അവിടെ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ് എടുത്തിട്ടുണ്ട്, എല്ലാ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആധാർ കാർഡ് എടുക്കാൻ എന്തിനാണ് നമ്മൾ ഈ വിസമ്മതിക്കുന്നത്? ആധാർ കാർഡിലൂടെ എന്താണ് നമുക്ക് അഡീഷണൽ നഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മുഴുവൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെന്റിനും ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിനും നോക്കാനുള്ള അധികാരമുണ്ട്. എൻ്റെ ട്രാവൽ ഡീറ്റെയിൽസ് ഗവൺമെന്റിലുണ്ട്. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്കോ മറ്റുള്ളവർക്കോ ബന്ധപ്പെട്ടവർക്കോ നോക്കാനുള്ള അവകാശമുണ്ട്. ആധാർ ചെയ്യുന്നത് ഇതിനെയെല്ലാം തമ്മിൽ ഒരു നമ്പർ വെച്ച് ലിങ്ക് ചെയ്യുക. അപ്പൊ എൻ്റെ യാത്ര, എൻ്റെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു നമ്പറിൽ ഒരാളുടെ മുന്നിൽ നഗ്നവും മലർന്നവുമായി കിട്ടുകയാണ് ഒരു സർക്കാരിൻ്റെ. ഇത് അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ പക്കലുണ്ട്. ക്രമക്കേട് കണ്ടാൽ അവർക്ക് പരിശോധിക്കാനും അത് നോക്കാനും കഴിയും. എന്നാൽ എൻ്റെ പേരിൽ ഒരു കുറ്റകൃത്യം ആരോപിക്കപ്പെടുകയും എൻ്റെ പേരിൽ ഒരു FIR ഇടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ താൽക്കാലികമായി ഒരു പൗരന്റെ പൗരാവകാശങ്ങൾ ചിലത് റദ്ദ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ റദ്ദ് ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഈ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു രീതിയിലേക്ക് സർക്കാർ സാധാരണ വരിക. പക്ഷെ ആധാർ എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരുടെയും പേരിൽ ഒരു FIR ഇട്ടതിന് തുല്യമാണ്. FIR ഇട്ട് നിങ്ങളെ എപ്പോഴും നിരീക്ഷണ വലയത്തിന് മുന്നിൽ, ഒരു സർവൈലൻസിന് മുന്നിൽ നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ആധാർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തിനും ഏതിനും ആധാർ കൊണ്ട് കൊടുക്കുന്ന പരിപാടി നിർത്തണം. നിങ്ങൾ നിർബന്ധമായി IT റിട്ടേണിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് മാത്രം ചെയ്യുക. ബാക്കിയുള്ള കാര്യത്തിൽ വിവിധ ഡിഫറൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ID കാർഡുകൾ കൊടുക്കുക, ആധാർ വഴി ലിങ്ക് ചെയ്യുന്നത് നിർത്തുക എന്നുള്ളതാണ്. അതായത് ഇത് നിങ്ങൾ ഒരു ബൈ ഡിഫോൾട്ട് ഒരു പൗരൻ നിരപരാധിയാണെന്നും അവനെതിരെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം വന്നു കഴിയുമ്പോൾ താൽക്കാലികമായി അവൻ്റെ ചില പൗരാവകാശങ്ങൾ റദ്ദ് ചെയ്യപ്പെടുകയും അവനെക്കുറിച്ച് പരിശോധിക്കുകയും ചെയ്യും എന്നുള്ള ഡിഫോൾട്ട് കണ്ടീഷനിലേക്ക് രാജ്യം മടങ്ങിപ്പോവേണ്ടതുണ്ട്. ഇതാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. പക്ഷെ ഇപ്പോൾ സാങ്കേതിക വിദ്യ ഇവരെ നിരീക്ഷണത്തിൽ വെക്കാവുന്ന ഒരു അവസരം അവർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അവർ നമ്മളെ നിരീക്ഷണത്തിൽ വെക്കുന്നു. ഇതിന്റെ ഉപയോഗത്തിൽ തന്നെ ഡാറ്റയുടെ ഫ്ലോയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. വിവരാവകാശമുള്ള ജനങ്ങൾ, നമ്മളോട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഭരണാധികാരികൾ, ഡാറ്റ ഒഴുകേണ്ടത് എവിടെ നിന്നാണ്? അവരിൽ നിന്ന് നമ്മളിലേക്ക്. അതിന് നമ്മൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കണം, കിട്ടിയാൽ കിട്ടി. അതേസമയം നമ്മൾ പൗരധർമ്മം ഒഴിച്ച് നമുക്ക് വേറെ അക്കൗണ്ടബിലിറ്റി ഒന്നുമില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കേണ്ട പൗരന്മാർ. പക്ഷെ നമ്മളുടെ എല്ലാ വിവരവും മുകളിലേക്ക് ഒഴുകണം. ഏത് ഘട്ടത്തിലും അവർക്ക് നോക്കണം. അപ്പൊ കൊറാബറേറ്റീവ് എവിഡൻസ് വെച്ച് പ്രതികളെ ഫിക്സ് ചെയ്യുന്ന ഒരു നാട്ടില് ഇതിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്നവനെ മൗനിയാക്കാൻ ഇതിലും വലിയ ഒരു മാർഗം വേണ്ട എന്നുള്ളത്. നമ്മൾ അയൽവക്കങ്ങളിൽ നിന്നുള്ള, ഗവൺമെന്റിൽ നിന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ സമയം പോകുന്നതുകൊണ്ട് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ഇവിടെ ഒരു ലാപ്ടോപ്പ് ഇരുന്നിട്ട് ഞാൻ ചെരുപ്പുകളെ കുറിച്ച് സെർച്ച് ചെയ്യാണ് എന്ന് വിചാരിക്കുക. എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആള് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിനെ കുറിച്ച് സെലക്ട് ചെയ്യുകയാണെന്നും വിചാരിക്കുക, സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതിനുശേഷം ഞങ്ങൾ രണ്ടും മനോരമ ഓൺലൈൻ ലോഗ് ചെയ്ത് പത്രം വായിക്കുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ സൈഡിൽ ബാറ്റയുടെ അഡ്വർടൈസ്മെന്റ് വരുന്നു. അവന് അവിടെ ഡൽഹിയിലെ ഹോട്ടലുകളുടെ അഡ്വർടൈസ്മെന്റ് വരുന്നു. എങ്ങനെയാണ് ഇത് വരുന്നത്? ഞാൻ എന്താണ് സെർച്ച് ചെയ്തതെന്ന്, അവൻ എന്താണ് സെർച്ച് ചെയ്തതെന്നും അവര് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഈ ഡൽഹിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് അവന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഹി മൈറ്റ് ബി ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. പക്ഷെ അവന്റെ ചിന്ത എന്ന് പറയുന്നത് മനോരമയുടെ സെർവറിൽ നിന്ന് ഏത് സെർവർ വരണം എന്നുള്ള രീതിയിലേക്ക് അത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഡാറ്റ നഷ്ടപ്പെട്ടാൽ എന്ന് നമുക്ക് സൗകര്യമല്ലേ? തീർച്ചയായിട്ടും സൗകര്യമാണ്. നിങ്ങൾ ഡൽഹിയിൽ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹോട്ടലുകൾ കിട്ടുന്നതൊക്കെ സൗകര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിതൊരു മാക്രോ ലെവലിലായതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്. നമ്മളുടെ മുറിക്കുള്ളിൽ നമ്മൾ കടന്നു വരുന്ന, ഇപ്പോൾ വൈസ്മെൻ കൂടുന്ന ഒരു മീറ്റിങ്ങിനുള്ളിൽ നിങ്ങളുടെ മനസ്സ് വായിക്കാവുന്ന ഒരാള്, കൃത്യമായി വായിക്കാവുന്ന ഒരാൾ, നമ്മൾ പലരെ കുറിച്ചും അങ്ങനെ ആരോപിക്കുമെങ്കിലും കൃത്യമായി വായിക്കാവുന്ന ഒരാൾ അതിൻ്റെ നടുക്കുണ്ട് എന്ന് വിചാരിക്കുക. നമ്മൾ അങ്ങോട്ട് പോവില്ല എന്നെനിക്ക് ഏതാണ്ട് ഉറപ്പാണ്. അത് നമ്മൾ കൊലപാതക ഗൂഢശ്രമം മനസ്സിലുള്ളത് കൊണ്ടല്ല. ഫീൽ വെരി അൺകംഫർട്ടബിൾ ആസ് ഹ്യൂമൻ ബീയിങ്സ് ഗോയിങ് ദെയർ. ഇത് നമ്മളുടെ ഇടയിൽ നമ്മുടെ ചിന്തകളെ ഫിൽട്ടർ ചെയ്യുന്ന രീതിയിൽ ഇത് മാറിയിരിക്കുന്നു. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞ, ഫേസ്ബുക്കിന്റെ റവന്യൂ മോഡൽ എന്താണെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. ഇതാണ് അവരുടെ റവന്യൂ മോഡൽ. ഫേസ്ബുക്കിന്റെ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ മുഴുവൻ.
രണ്ടാമത്, എൻ്റെ ഒരു ബ്രദർ ഈ അടുത്ത ദിവസം ഈ പട്ടത്തുള്ള ഒരു ലുങ്കി വിൽക്കുന്ന ഒരു ഷോപ്പിൽ പോയി. അവിടെ ചെന്ന് അവനൊന്നും വാങ്ങിയില്ല, അവൻ മടങ്ങിപ്പോരുന്നു. ഞങ്ങളന്ന് കുമ്മനാട്ട് താമസിക്കുമ്പോൾ അവൻ അവിടേക്ക് വന്നു. അടുത്ത ദിവസം അവൻ്റെ മൊബൈലിൽ അവിടെ വന്ന പുതിയ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരികയാണ്. അപ്പോൾ അവൻ അവിടെ നിന്നൊന്നും വാങ്ങിയില്ല, അവൻ്റെ ഫോൺ നമ്പർ അവിടെ കൊടുത്തില്ല, അവൻ വെറുതെ കയറി ഇറങ്ങി പോരുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇവൻ അവിടെ വന്നിരുന്നു എന്നുള്ള വിവരം ഇവർ അറിയുന്നു? ഇവൻ്റെ ലൊക്കേഷൻ അത് വെച്ചിട്ട് അവൻ അവിടെ ചെന്നിരുന്നു എന്നുള്ള വിവരം അറിയുകയും ആ വിവരം അവർക്ക് കൊടുക്കുകയും അവരുടെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഇവന് പുഷ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അത് ബ്രൗസ് ചെയ്യണം, സെർച്ച് ചെയ്യണം എന്ന് പോലും ഇല്ല, നിങ്ങൾ വെറുതെ അതുവഴി യാത്ര ചെയ്താൽ മതി. മൂന്നാമതൊരു കാര്യം, നമ്മൾ ലോൺ ആപ്പുകളെ കുറിച്ച് ഈ അടുത്ത സമയത്ത് കേട്ടു. കുറെ ആൾക്കാർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ചും കേട്ടു. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തത്? അവർ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു, ബ്ലേഡ് കമ്പനിയിൽ നിന്ന് വായ്പ എടുത്തു. ഇവരാരും ആത്മഹത്യ ചെയ്തില്ല. ഇത് നമ്മൾ നമ്മുടെ ബെഡ്റൂമിലിരുന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്കൊരു ലോൺ, ഒരു ആപ്പ് വഴി ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് ഒരു 30,000 രൂപ വായ്പ എടുത്തു. എന്താണ് ഇവരുടെ കൊളാട്രൽ? എന്ത് വെച്ചിട്ടാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത്? ഇവരുടെ കൊളാട്രൽ ആ വായ്പ എടുക്കാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റയാണ്. നിങ്ങൾ ട്രൂ കോളർ വഴി നിങ്ങളുടെ സുഹൃത്തുക്കളെ എല്ലാം നമ്മൾ നമ്പർ അറിയുന്നു. എങ്ങനെ അറിയുന്നു? ആദ്യം എൻ്റെ കോളിൽ വിളിച്ചിരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ പേര്, അവൻ്റെ ചെല്ല പേരല്ലേ, വിളിപ്പേര് ആണ് ഞാൻ ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആദ്യമേ അതാ കിട്ടുന്നതെങ്കിൽ ആ പേരിലാണ് അവിടെ ലോഗ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഐ എഗ്രി കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഫോൺ ബുക്ക്, നിങ്ങളുടെ ഡാറ്റ മുഴുവൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ലോൺ ആപ്പ് ചെയ്തതും നിങ്ങളുടെ ഫോണിലുള്ള ഈ പേഴ്സണൽ ഡാറ്റ, പിക്ചേഴ്സ് അതെല്ലാം എടുത്ത ശേഷം നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. അവർക്ക് വേറെ ഒരു കൊളാട്രലും വേണ്ട, ഒരു സെക്യൂരിറ്റിയും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ ഒന്നിലെ പണം കൊടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യും എന്നവർക്കറിയാം. ആ സുരക്ഷിതത്വത്തിലാണ് അറിയാത്ത ആൾക്കാർക്ക് ഈ വായ്പ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടുകാർ ആത്മഹത്യ ചെയ്യേണ്ടിയാവുന്നു. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മൾ ആരെയും കൊല്ലാൻ ധൈര്യപ്പെട്ടില്ലെങ്കിലും അത് നമ്മളെ തിരിഞ്ഞു കുത്താവുന്ന ഒരു വലിയ കാര്യമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ഈ കുറേ അനുഭവങ്ങളുടെ കാര്യം നമ്മൾ മൈക്രോ ലെവലിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യം പറഞ്ഞു. രണ്ട് കാര്യങ്ങളും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു 10 മിനിറ്റ് കൂടെ തരണം, അല്ലെങ്കിൽ എനിക്കത് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഞാൻ നമ്മുടെ മാക്രോ ലെവലിൽ നമ്മളെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാലേ ഈ ഡാറ്റ എങ്ങനെയാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത് എന്ന് നമുക്കും മനസ്സിലാവുകയുള്ളൂ. ഞാൻ അവിടെയും ഈ പറഞ്ഞ പോലെ 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കർത്തൃത്വം എങ്ങനെയാണ് ഈ ഡാറ്റ വഴി മറ്റു ചിലർ ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നമ്മുടെ തിരുവല്ലയിൽ പെണ്ണമ്മ ഭവൻ മഞ്ഞാടിയിലുള്ളിടത്ത് നമ്മൾ ഇലക്ഷൻ വർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് LDF-നൊക്കെ പാരലൽ വർക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ KM തോമസ് സാറും ഒക്കെ അത് ചെയ്തിട്ടുള്ളതാണ്. വളരെ വൃത്തികെട്ട ഒരു പണിയാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ധാരണ. അതായത് നമ്മൾ കുറെ ബന്ധക്കോസുകാരെയും ബ്രദറുകാരുടെയും ഒക്കെ വീട്ടിൽ പോവുക, വേറെ നമ്മുടെ കുറെ സുഹൃത്തുക്കളെ NSSകാരുടെ വീട്ടിൽ പോവുക, മറ്റേ SNDP പോവുക. വൈകിട്ട് ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചിരുന്നിട്ട് വോട്ട് പിടിക്കാൻ എത്രയുണ്ടെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഞാൻ എന്താ പറയുന്നത്? നമ്മൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? നമ്മുടെ കാര്യം, ഇന്ന കാര്യം നടത്താൻ ഇവരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇവർക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാനാണ്. അവർ തല്ലാൻ വന്നപ്പോൾ നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. മറ്റവർ പോകുന്നത് എന്തിനാണ്? നേരെ തിരിച്ച് പറയാൻ വേണ്ടിയാണ്. അതായത് ഈ മൈക്രോ ടാർഗറ്റിംഗ് എന്ന് നമ്മൾ പറയുന്നത് പോലെ എലക്ഷൻ ആകുമ്പോൾ ഓരോ ഗ്രൂപ്പിൻ്റെ അടുത്ത് ചെന്ന് ഇതുപോലെ നമ്മൾ എന്നുള്ള രീതിയിലൊരു ഡിവിസീവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് പിടിക്കുക. ഇത് ഒരു ഡിജിറ്റൽ വേൾഡിൽ ഞാൻ തന്നെ ഒരു 6 വർഷം ഒരു റീറ്റെയിൽ ചെയിനിന് വേണ്ടി ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡാറ്റ മൈനിങ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഡാറ്റ മൈനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ഒരാൾ 10 കവർ പാല് വാങ്ങിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അവൻ 2 കവർ പാലിലേക്ക് അവൻ വാങ്ങുന്നുള്ളൂ. അവനെ കൊണ്ട് തിരിച്ച് 10 കവർ വാങ്ങിപ്പിക്കാൻ വേണ്ടി അവന് മാത്രം അവിടെ വരുമ്പോൾ പാലിനൊരു കൂപ്പൺ കൊടുക്കുക. അതുകൊണ്ട് അവൻ്റെ തൊട്ട് പുറകിൽ ക്യൂവിൽ പേ ചെയ്യാൻ നിൽക്കുന്നവന് അതില്ല. അവന് ചിലപ്പം മറ്റൊരു ഐറ്റത്തിന് കാണും. അപ്പോൾ ഈ 1800 സ്റ്റോറുകളിൽ മില്യൺസ് ഓഫ് യൂസേഴ്സ് നിൽക്കുന്നിടത്ത് ഓരോരുത്തരുടെയും ബൈയിങ് പാറ്റേൺ നോക്കിയിട്ട് അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ അവരെ ലൂർ ചെയ്ത് വീണ്ടും അവരുടെ ബൈയിങ് കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക.
ഇത് മൈക്രോ ടാർഗറ്റിംഗ് തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പെണ്ണഭവനത്തിൽ നിന്ന് പോയി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഒരു 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 ബൾക്ക് മോഡലാണ്, ഒരു മാക്രോ ലെവലിലാണ്. നമ്മൾ സ്പ്രിംഗ്ലർ എന്താണ് കേരളത്തിൽ ചെയ്യാൻ ശ്രമിച്ചത്? എങ്ങനെയാണ് സ്പ്രിംഗ്ലറിന് കോവിഡിനെ തടയാൻ കഴിയുക? സ്പ്രിംഗ്ലറിന്റെ പ്രവർത്തന രീതി ഇപ്പം ഞാൻ പറയുന്നില്ല, എനിക്ക് മറ്റേ ചിലത് പറയാനുള്ളത്. ഞാൻ ചോദിക്കുന്നത്, പക്ഷെ അവിടെ ഒരു ചോദ്യം, നിങ്ങൾ സ്പ്രിംഗ്ലർ ഡാറ്റ കടത്തും എന്ന് പറയുമ്പോൾ വളരെ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ ചോദ്യം നിങ്ങളുടെ പലരുടെയും മനസ്സിലുണ്ടായിരുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പം ഞാൻ കോവിഡ് ബാധിതനാണെങ്കിൽ അതിൽ അമേരിക്കയിലുള്ള ഒരാൾക്ക് എന്ത് താല്പര്യം? അതൊരു വളരെ ജെന്യുവൻ ചോദ്യമാണെന്നാണ് എൻ്റെ വിചാരം. ഇപ്പം മാക്രോ ലെവലിൽ കേരളത്തിൽ എത്ര രോഗികളുണ്ട് എന്നറിയാൻ വേണ്ടിയാണെങ്കിൽ ആ കണക്ക് നമ്മുടെ മുഖ്യമന്ത്രി എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തി കൊടുക്കുകയല്ലേ, ലോകത്തെമ്പാടും അത് ടെലികാസ്റ്റ് ചെയ്യപ്പെടുകയല്ലേ. പിന്നെ എന്തിനാണ് ഈ സ്പ്രിംഗ്ലർ ഇങ്ങനെ ഡാറ്റ മോഷ്ടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇതുപോലെ വലിയ ആരോപണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം. ഞാൻ ആ സ്പ്രിംഗ്ലറിലേക്ക് വരുന്നതിന് മുമ്പ് കേംബ്രിഡ്ജ് അനലിറ്റിക്കയുടെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും, അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലെടുത്ത്. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കോഗൻ എന്ന പേരുള്ള ഒരാൾ ഏതാണ്ട് 2,20,000 പേരുടെ ഒരു സർവേ നടത്തുക. പക്ഷെ ആ സർവേയിലൂടെ അദ്ദേഹത്തിന് കിട്ടിയത് ആ 2,20,000 പേരുടെ പ്രൊഫൈലല്ല, ഫേസ്ബുക്ക് പ്രൊഫൈലല്ല, അവരുടെ സുഹൃത്തുക്കളും സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളും ഒക്കെയായി 87 മില്യൺ ആൾക്കാരുടെയാണ് അവർ ഫേസ്ബുക്ക് പ്രൊഫൈൽ കിട്ടുന്നത്. അത് വെച്ചിട്ട് ഒരു സൈക്കോമെട്രിക് അനാലിസിസ് നടത്തി ഓരോരുത്തരെ ഓരോ ഗ്രൂപ്പിൽ പെടുത്തുക. അപ്പൊ ഞാൻ പോലും അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിലെ എൻ്റെ സംസാരങ്ങളിൽ ചിലപ്പോൾ ഞാനൊരു ചെറിയ വർഗീയവാദിയായിരിക്കും. ഇത്തരം പല കാര്യങ്ങൾ, ഈ സംഭാഷണങ്ങളെല്ലാം കൂടി നോക്കിയിട്ട് എന്നെ ഓരോ ഗ്രൂപ്പുകളായിട്ട്, ഇത് ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ അല്ല, ഓരോ ഗ്രൂപ്പുകളായി, സൈക്കോമെട്രിക് ഗ്രൂപ്പുകളായിട്ട് മാറ്റുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓരോ ഗ്രൂപ്പിനെയും മൈക്രോ ടാർഗറ്റിങ്ങിന് വിധേയമാക്കുക. ഞാൻ അവിടെ ചെയ്ത കാര്യത്തെക്കുറിച്ചല്ല, അവർ അത്രത്തോളം റിവീൽ ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറയുന്നത്, ഒരേ പാർട്ടിക്ക് തന്നെ ഒരു ഗ്രൂപ്പിനോട് ഈ സ്ഥലത്ത് അമ്പലം പണിയുമെന്നും മറ്റൊരു ഗ്രൂപ്പിനോട് അതേ സ്ഥലത്ത് പള്ളി പണിയുമെന്നും പറയാൻ കഴിയും. അതൊരു സ്റ്റേജിൽ നിന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇത് പറയാൻ കഴിയുമെന്ന് മാത്രമല്ല, അത് പെണ്ണമോഹനിൽ നിന്ന് പോയപ്പോൾ ഞങ്ങൾക്കും പറയാമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരിക്കൽ പറഞ്ഞു, പിന്നെ അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് മാനുവലി പോസിബിൾ. പക്ഷെ ഇത് ഡിജിറ്റലി ഈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാകുമ്പോൾ നിരന്തരം അവരോട് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്, ഞാൻ നേരത്തെ പറയുന്ന പോലെ ഈ ഫീഡുകളൊന്നും അത്ര ഡയറക്റ്റ് ആവണം എന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മളുടെ തന്നെ യജമാനന്മാരാണെന്നാണ്. പക്ഷെ നമ്മൾ വി റെസ്പോണ്ട് ടു വാട്ട് വി സീ ഹിയർ ആൻഡ് എക്സ്പീരിയൻസ്. നമ്മളൊരു സോഷ്യൽ മീഡിയയിലേക്ക് ഗ്ലൂഡായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നത് പലപ്പോഴും കണ്ടന്റ് എന്ന് പറയുന്നത് അത് ഫിൽറ്റേർഡ് കണ്ടന്റ് ആണെങ്കിലോ, അത് സംബന്ധിച്ച് ഫേസ്ബുക്കുമായി ചേർന്നുകൊണ്ട് കോർണൽ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയും കോർണലും നടത്തിയ പഠനമുണ്ട്. ആ പഠനത്തിൽ അവർ പറയുന്നത്, ഒരു വിഷയത്തെക്കുറിച്ച് ഫിൽറ്റർ ചെയ്ത ന്യൂസ് ഫീഡ് കൊടുക്കുക, അതിൽ പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒരു ഗ്രൂപ്പിനും നെഗറ്റീവായിട്ടുള്ള കമൻസ് വേറൊരു ഗ്രൂപ്പിനും കൊടുക്കുക, മൂന്നാമതൊരു ഗ്രൂപ്പിന് ഇത് സംബന്ധിച്ച കാര്യമായ പോസ്റ്റുകളൊന്നും കൊടുക്കാതിരിക്കുക. ഈ 3 വിഭാഗത്തിൻ്റെയും പരിശോധിക്കുമ്പോൾ അവരുടെ പിന്നീടുള്ള റെസ്പോൺസ്, സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയുള്ള റെസ്പോൺസ് നോക്കുമ്പോൾ, ഒരു വിഷയത്തെ കുറിച്ച് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് കിട്ടിയവർ അതിനനുസൃതമായിട്ടും, നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് കൂടുതൽ കിട്ടിയവർ നെഗറ്റീവായിട്ടും, ഒരു കമൻറ്റും കിട്ടാത്തവർ അതിനെക്കുറിച്ച് അത്ര ഇൻഡിഫറൻ്റ് ആയിട്ടും പ്രതികരിക്കുന്നു എന്നുള്ളത് ഈ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പുറത്തു വന്നിട്ടുള്ള കാര്യവും കൂടിയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ അത് പഠനത്തിലൂടെയും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഏറെക്കുറെ ഇത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായി. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് അമേരിക്കയിൽ മാത്രം നടക്കുന്ന ഒന്നാണ്. എന്താണ് സ്പ്രിംഗ്ലർ ഇവിടെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്? സ്പ്രിംഗ്ലർ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിനെ മാർക്കറ്റിൽ ഹൈപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അവർ തന്നെ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഒരു ഷൂ കമ്പനിയെ കുറിച്ചോ മറ്റോ ആണ്. അപ്പൊ നിങ്ങൾ അതിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ട്വിറ്ററുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ പബ്ലിക് എന്ന് ടാഗ് ചെയ്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം എടുക്കുകയും ആ കണ്ടന്റുകളിൽ നിന്ന് ഈ പർട്ടിക്കുലർ ബ്രാൻഡിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക, അതിനെ ഡിജിറ്റലി തന്നെ നെഗറ്റീവ് ആയിട്ട് സംസാരിച്ചിരിക്കുന്നതും പോസിറ്റീവ് ആയിട്ടുള്ളതും വേർതിരിക്കുക. നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് ആ ബ്രാൻഡിന് അനുസൃതമായിട്ടുള്ള കണ്ടന്റുകൾ അയച്ചു കൊടുക്കുക. ഉദാഹരണത്തിന് അതിൻ്റെ സോള് മോശമാണ് ആ ഷൂവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ സോൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ കമ്പനി സമീപകാലത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ ഡോക്യുമെന്റ് അയച്ചു കൊടുക്കുക. എതിരാളികളുടെ സോള് എവിടെയോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തെന്നി വീണ് ആൾ ചത്തുപോയെന്ന് പറഞ്ഞ് വേറെ കണ്ടന്റ് അയച്ചു കൊടുക്കുക. ഐ എം ജസ്റ്റ് സൈറ്റിംഗ് സം എക്സാമ്പിൾസ്. സോ ദിസ് വേ യു ആർ എൻഹാൻസിങ് യുവർ ബ്രാൻഡ്. അപ്പൊ നിങ്ങൾ ബെസ്റ്റായിട്ട് ആലോചിച്ചാൽ പോലും സോഷ്യൽ മീഡിയയിൽ നിന്ന് കോവിഡിനെ കുറിച്ച് നമ്മൾ പറയുന്ന സാധനം എല്ലാം കൂടി സെർച്ച് ചെയ്തുകൊണ്ട് ആരെങ്കിലും രോഗാവസ്ഥ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് പുറത്താരോടും പറയാതിരിക്കുകയും സോഷ്യൽ മീഡിയയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ അനുഭവം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രമാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വന്നത് സ്പ്രിംഗ്ലറിന്റെ ഉദ്ദേശം അതല്ല. ഇറ്റ് ഈസ് ആക്ച്വലി ഫിൽറ്ററിങ് ഓഫ് യുവർ സോഷ്യൽ മീഡിയ കോൺവെർസേഷൻ ആൻഡ് ട്രൈങ് ടു എൻഹാൻസ് സം ബ്രാൻഡ്. ഏത് ബ്രാൻഡ് എന്നുള്ളത് എനിക്ക് ഊഹിക്കാം, നിങ്ങൾക്ക് ഊഹിക്കാം, പക്ഷെ ഞാനത് ഐ ലീവ് ഇറ്റ് ദെയർ. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. ബട്ട് ദാറ്റ് ഈസ് ഹൗ അവർ ഡാറ്റ ഈസ് ബീങ് മോണിറ്റർഡ്. ഇത് US-ൽ മാത്രം നടക്കുന്നതല്ല. അപ്പൊ ഡെമോക്രസിയെ നമ്മൾ ബൈ ദ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ഇറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ബൈയിങ് പീപ്പിൾ ഔട്ട് ലൈക്ക് ദിസ്. അപ്പൊ നമ്മുടെ ഈ ഡാറ്റ നമ്മൾ നിരുത്തരപരമായി പറയുന്ന ഡാറ്റ വെച്ചുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനത്തെ ഒരു കാര്യം കൂടെ ഏതാനും വാക്കുകൾ പറഞ്ഞു. സർവൈലൻസ് ക്യാപിറ്റലിസത്തെ കുറിച്ചാണ് എനിക്ക് പറയുന്നത്. ഇത് സർക്കാരുകൾ അധികാരം പിടിക്കാൻ വേണ്ടി മാത്രമല്ല. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞു. നമ്മളെ കൊണ്ട് എങ്ങനെ ചിന്തിപ്പിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. നമ്മളെ ഒരു തരത്തിൽ പ്രോഗ്രാം ചെയ്ത് തുടങ്ങുകയല്ല, പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞു. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. We feel we are our own masters, but we are being fed by information and results are coming out according to the inputs. ഈ സർവൈലൻസ് ക്യാപിറ്റലിസത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്നത് ഒരു ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസത്തിന്റെ സമയത്ത് നമ്മൾ ഒരു നാച്ചുറൽ റിസോഴ്സിനെയോ ലേബറിനെയോ ആണ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ സർവൈലൻസ് ക്യാപിറ്റലിസത്തിന്റെ അകത്ത് സംഭവിക്കുന്നത് നമ്മുടെ ബിഹേവിയറൽ മോഡിഫിക്കേഷനാണ്. ഇത് ഞാൻ സീരിയസ് ആയിട്ട് അതിനെ കാണുന്നവരുടെ അടുത്ത് സുഷന സുബോഫിന്റെ ദ ഏജ് ഓഫ് സർവൈലൻസ് ക്യാപിറ്റലിസം എന്നുള്ള പുസ്തകം വായിക്കണം എന്നും കൂടി ഞാൻ പറയണം. അപ്പൊ നമ്മുടെ ഈ ഡാറ്റ സർപ്ലസ് എന്ന് പറയുന്നത് ഗൂഗിളൊക്കെ 2009 സെർച്ച് എഞ്ചിൻസിലൂടെ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഡാറ്റയും എടുത്തു വെച്ചുകൊണ്ട് തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പൊ ഇത് വെച്ചിട്ട് അവരുടെ സെർച്ച് എഞ്ചിന്റെ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളതായിരുന്നു തുടക്കത്തിലെ ഒരു ആശയമെങ്കിൽ, പിന്നെ ഈ ഡാറ്റ സർപ്ലസ് എന്ന് പറയുന്നത് മറ്റ് പലർക്കും എടുക്കാവുന്ന കാര്യമായി. അവിടെ നമ്മൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യു ക്യാൻ സ്പീക്ക് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. പക്ഷെ വാട്ട് ഈസ് ഹാപ്പനിങ് ഈസ് നിങ്ങളുടെ ഉള്ളിലെ കാര്യങ്ങളെ എങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യണോ, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്യണമെന്നും അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് പറയുമ്പോൾ നമ്മൾ വീണ്ടും വിചാരിക്കുക ഇത് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ ഒക്കും. നമ്മൾ എവിടെ നോക്കുന്നു, നമ്മുടെ ഐലിഡ്സ് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്നത് എവിടെയാണ്, നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് എവിടെയാണ്, നമ്മുടെ ഫേസ്ബുക്കിലെ പോസ്റ്റിൽ നമ്മൾ കമന്റ് ഇടുന്നത് എവിടെയാണ്, ഇതെല്ലാം നമ്മൾ മോണിറ്റർ ചെയ്യുന്നിടത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓടുമ്പോഴത്തെ നമ്മുടെ പാറ്റേൺ, നമ്മൾ കയ്യിൽ ഓരോ വാച്ച് കെട്ടുകയായിരുന്നു. നിങ്ങളുടെ ബെഡ് ടൈം, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കോൺവെർസേഷൻ, നിങ്ങളുടെ റെഫ്രിജറേറ്റർ, നിങ്ങളുടെ പാർക്കിംഗ് സ്പേസ്, നിങ്ങളുടെ ലീവിംഗ് റൂം, നിങ്ങളുടെ പാൻക്രിയാസ്, എവറിത്തിങ് ഈസ് ബീങ് മോണിറ്റേർഡ് എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും, നമ്മൾ ഓട്ടോമേഷൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് ശേഷം ഇത് നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മുടെ ബിഹേവിയറിനെ അവർ മോഡിഫൈ ചെയ്യുകയാണ്. അപ്പൊ അതൊരു വലിയ വിഷയമായതുകൊണ്ട് അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഫേസ്ബുക്കിന്റെ ന്യൂസ് ഫീഡിന്റെ അകത്ത് ഒരു സ്പെസിഫിക് ഫേസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാവാം, നിങ്ങളുടെ ഫോണിൽ ഒരു ബൈ ബട്ടൺ ഒരു സമയത്ത് വരുന്നതിലൂടെ ആവാം. പെട്ടെന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് കംസ് ദെയർ. എന്നിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം ഫെയിൽ ആകുമ്പോൾ എഞ്ചിൻ ഷട്ട് ഡൗൺ ചെയ്യുന്ന കഥകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. നമ്മൾ 1-2 എക്സാമ്പിൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് ബിഹേവിയർ മാറുന്നത്. ഒന്ന്, നമ്മൾ ഫേസ്ബുക്കിന്റെ കാര്യം നേരത്തെ നടത്തിയ സ്റ്റഡി നമ്മൾ പറഞ്ഞു. നമുക്ക് തരുന്ന ഫീഡുകൾ ഫിൽട്ടർ ചെയ്ത് പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ വേണോ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വേണോ എന്നുള്ളത് ഫിൽട്ടർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഇൻപുട്സിനെ മോഡിഫൈ ചെയ്യുക. രണ്ടാമത്, നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് പൊക്കേമാൻ ഗോ എന്നൊക്കെ പറയുന്ന ഗെയിംസ് ഉണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ഗൂഗിളിന്റെ ഒരു ഓഗ്മെന്റഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി ആപ്ലിക്കേഷനാണ്. നമ്മൾ കാണുന്ന മനുഷ്യർ പോയിട്ട് ഇന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ആഹാരം കഴിക്കണം, ഇന്നടത്ത് പോകണം, ഇന്നടത്ത് കളിക്കണം, അവസാനം കമ്മിറ്റ് സൂയിസൈഡ്, ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ അത്ഭുതപ്പെടും. നമ്മൾ വിചാരിക്കുന്നത് ഇവർക്ക് ഈ കുറെ പിള്ളേർക്ക് മാനസിക രോഗമായി പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ദീസ് ആർ സ്റ്റഡീസ്. നിങ്ങളുടെ ബിഹേവിയറിനെ എങ്ങനെ മോഡിഫൈ ചെയ്യും എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ കുളത്തിൽ ചാടി,
നമ്മൾ തോട്ടുംകര വരെ പോയേ ഉള്ളൂ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനി നമ്മൾ ഇപ്പം നെസ്റ്റിന്റെ തെർമോസ്റ്റാറ്റ് ഉണ്ട്, ആൽഫബറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിന്റെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്, അത് 2018 വന്നത്. നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന കാര്യം, നിങ്ങളുടെ കാറ്, ഓവന്, ഫിറ്റ്നസ് ട്രാക്കർ, ബെഡ്, ഇതെല്ലാം ടെസ്റ്റ് ഓട്ടോമേറ്റ് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ അലക്സ, നമ്മൾ പല അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നതാണ്. ഇത് നമ്മളെ സെൻസ് ചെയ്തുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന പല ടൂളുകൾ. ഇറ്റ് ഡസ് ഹെൽപ്പ് us, ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ എല്ലാവരുടെയും ബിഹേവിയറിനെ അത് പഠിക്കുകയും ആ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ ഡാറ്റയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വളരെ വലിയ നമ്മളെ സംബന്ധിച്ച് ഒപ്റ്റിമൈസേഷൻ്റെ ഒരു ശാഖയാണ്. പക്ഷെ ഈ ഏദൻ തോട്ടത്തിൻ്റെ നടുക്ക് 1-2 മരങ്ങൾ നിൽപ്പുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാമ്പുകളെ നമുക്ക് എവിടെയും കാണുകയും ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഓട്ടോമേഷൻ എന്ന് പറയുന്നതും അതിലൂടെ നമ്മുടെ ബിഹേവിയർ മാറുന്നതും അതിനനുസരിച്ച് ക്യാപിറ്റലിസത്തിൽ വരുന്ന മാറ്റവും ഇത് ലോകത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ സാധാരണക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെല്ലാം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയും കൂടിയാണ്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൈവസിയെ ഹോൾഡ് ഓൺ ചെയ്യേണ്ടതെന്നും എന്തുകൊണ്ടാണ് ഈ ഡാറ്റ നമ്മളെ സംബന്ധിച്ച് നിരുപദ്രവകരം എന്ന് പറയുന്ന ഡാറ്റ സർപ്ലസ് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത് എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിന് എതിരായിട്ടുള്ള നിയമങ്ങൾ വേണമെന്ന് നമ്മൾ പറയുന്നതെന്നും ഒക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കളക്റ്റീവായിട്ട് നിൽക്കേണ്ട ഗവൺമെന്റ് പല സമയത്തും ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമ്മുടെ IT മിനിസ്റ്റർ നോക്കൂ, IT മിനിസ്റ്ററുടെ ട്വിറ്റർ അക്കൗണ്ട് 1 മണിക്കൂർ ബ്ലോക്ക് ആക്കിയപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വിചാരം ഇത് ഇന്ത്യയിലെ നിയമം മാത്രം അനുസരിക്കേണ്ട ഒരു കമ്പനിയാണ് ഇതെന്നാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് എ വെർച്വൽ വേൾഡ്. നമ്മുടെ നിയമങ്ങൾക്കെല്ലാം ഒരു ജുറിസ്ഡിക്ഷൻ ഉണ്ട്, അതിന് ജുറിസ്ഡിക്ഷൻ ഇല്ല. ദിസ് വെർച്വൽ വേൾഡ് ഈസ് കൺട്രോൾഡ് ബൈ കോർപ്പറേറ്റ്സ്. ആ കോർപ്പറേറ്റ്സ് നമ്മുടെ IT മന്ത്രിയോട് പറയുകയാണ് അമേരിക്കയിലെ നിയമത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് ഞാൻ നിന്റെ ബ്ലോക്ക് ചെയ്തത്. അത് നാളെ അന്റാർട്ടിക്കയിലെ നിയമത്തിന് വിരുദ്ധവും പറയാം, കാരണം ദിസ് ഗോസ് എവരിവെയർ. അപ്പോൾ അങ്ങനെ ഒരു വെർച്വൽ വേൾഡില് കോർപ്പറേറ്റ്സ് കൺട്രോൾ ചെയ്യുന്ന ഒരു വേൾഡില് അവർ മനുഷ്യന്റെ മുഴുവൻ ഡാറ്റ സർപ്ലസിനെ എടുത്തുകൊണ്ട് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ട് മനുഷ്യനെ ഒരു പ്രോഗ്രാംഡ് റോബോട്ടാക്കി മാറ്റുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ അവിടെ മനുഷ്യന്റെ പ്രൈവസിയെ എൻഷുർ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. നമ്മൾ ആലോചിക്കേണ്ട ആധാർ സംബന്ധിച്ചുള്ള കോടതിയുടെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ജസ്റ്റിസ് ചെല്ലമേശ്വർ അത് നിർത്തിവെച്ചിട്ട് ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് സ്വകാര്യത മൗലികാവകാശമാണോ അല്ലയോ എന്നുള്ളതാണെന്ന് പറഞ്ഞു. അതിന്റെ കാരണം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടെന്നും ഇത് അപകടകരമാണെന്നും ആ ജഡ്ജിക്ക് തോന്നുന്നതുകൊണ്ടാണ്. ആ ജഡ്ജി യഥാർത്ഥത്തിൽ കാറിന്റെ കറുത്ത സ്റ്റിക്കർ എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ ജഡ്ജി അദ്ദേഹത്തിന് പോലും തോന്നി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് തിരിച്ചറിയുകയും നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മുടെ ലിബർട്ടിയുമല്ല, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ, ഒരു ഹ്യൂമൻ ബീയിങ് ആയി തുടരാൻ തന്നെ ഭീഷണിയാകുന്ന തരത്തിലേക്ക് ഇത് വളരുമ്പോൾ നമുക്ക് സ്വകാര്യത എന്നുള്ളത് മുറുകെ പിടിക്കുകയും അതിനനുസൃതമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വിപുലമായ ടോപ്പിക്കാണ്, വളരെ വേഗത്തിലാണ് പോയത്. എല്ലാ കാര്യങ്ങളും പറയാൻ കഴിഞ്ഞോ എന്നും അറിയില്ല. ബാക്കി എന്നെ സംസാരിക്കാൻ നന്ദി. താങ്ക് യു സർ. പണ്ട് പ്രായമായവര് പറയുമായിരുന്നു ഈ ഭിത്തിക്ക് വരെ ചെവിയുണ്ട് സൂക്ഷിച്ചോ എന്ന്. ഇത് ഭിത്തിക്ക് മാത്രമല്ല ചുറ്റുമുള്ള വായുവിന് വരെയും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറ കണ്ണുകളുടെ നിരീക്ഷണത്തിൽ മാത്രമല്ല, ഈ ചുറ്റുമുള്ള വലിയൊരു നിരീക്ഷണ വലയത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് ലഭ്യമായത്. അടുത്ത കുറച്ച് സമയം സാറുമായി എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ്. അത് തക്കത്തിൽ ഉപയോഗിക്കുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ കേരള ഇലക്ഷന് ഡേറ്റ എന്തുമാത്രം ഉപയോഗിക്കും അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു, അതാണല്ലോ അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് പറയാൻ പറ്റും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെയുള്ള സംഭാഷണങ്ങളും ഡാറ്റയും ഉപയോഗിച്ചിട്ടുണ്ടാവാം. പക്ഷേ സ്പ്രിംഗ്ലറിന്റെ അതിനെ ഞാൻ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനുള്ളൊരു ശ്രമമായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അവർക്കത് അതിൻ്റെ ഡാറ്റ കളക്ഷൻ അങ്ങനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതായത് സ്പ്രിംഗ്ലർ നമ്മളെല്ലാവരും സംസാരിച്ചപ്പോഴും പല ചർച്ചകളിലും ആശാ വർക്കർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റ
അതിൻ്റെ ക്രോഡീകരണം അത് നഷ്ടപ്പെടുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. പക്ഷെ സ്പ്രിംഗ്ലറിൻ്റെ മോഡൽ അതേ അല്ല. സ്പ്രിംഗ്ലർ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് എന്ന് ടാഗ് ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് ട്വിറ്റർ മുഴുവൻ പബ്ലിക്കാണ്. അത് അവിടെ കൊണ്ട് നിൽക്കണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രണ്ട്സിൻ്റെ കോൺവെർസേഷൻ അങ്ങനെ പലത് വഴി ഒരുപാട് പീപ്പിൻ ചെയ്യാൻ പറ്റും. ഈ കേംബ്രിഡ്ജ് അനലിറ്റിക്ക ചെയ്തത് 87 മില്യൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു ക്വാർട്ടർ പോപ്പുലേഷനാണ്. അത് ഏത് ഇലക്ഷനെയും മാറ്റിമറിക്കാവുന്ന ഒന്നാണ്. അപ്പോൾ അതിനെ ക്രോഡീകരിക്കുകയും അതിൽ ഉള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇപ്പം LDFനെ കുറിച്ചോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ കുറിച്ചോ ഒക്കെ ഉള്ളത് പരിശോധിക്കുകയും അതിനനുസൃതമായിട്ട് അവർക്ക് പേഴ്സണലായിട്ട് മെറ്റീരിയലുകൾ അയച്ചു കൊടുക്കുകയോ ആളെ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ഡീൽ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അത് പരിഹരിക്കാവുന്ന ഒരു മാർഗമായിരുന്നു അത്. അല്ലെങ്കിൽ സ്പ്രിംഗ്ലറിന് കോവിഡിൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാനുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനത് പലരോടും ഇപ്പോൾ ശിവശങ്കറൊക്കെ ഉൾപ്പെടെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതിലൊരു ഗെയിം പ്ലാൻ എങ്ങനെയാണ് ഈ സ്പ്രിംഗ്ലറിന് നമ്മൾ പൂർണ്ണമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാലും കോവിഡിനെ തടയാൻ സ്പ്രിംഗ്ലറിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിറകിൽ മറ്റെന്തോ ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഏത് ലെവലിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. മറ്റേതെങ്കിലും അതുപോലത്തെ ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. പിന്നെ അതൊന്നും ഇല്ലാതെ ജയിക്കാവുന്ന തരത്തിൽ പ്രതിപക്ഷം ഒരു വളരെ ഹോപ്പ്ലെസ് പൊസിഷനിലായിരുന്നു എന്നും പിന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടന്നില്ല എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സർ. അടുത്തത് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ സാറേ? ഹലോ സാർ. ഹലോ സാർ, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അതിലെ കുറച്ച് വളരെ അലാമിംഗ് ആയിട്ടുള്ള കുറച്ച് റെവലേഷൻസ് ആണ് സാർ നൽകിയിരിക്കുന്നത്. നമ്മുടെ നിയമങ്ങൾക്കല്ലേ ജൂറിസ്ഡിക്ഷന് ഈ വെർച്വൽ വേൾഡിലെ ഐടിയുടെ വെർച്വൽ വേൾഡ് which is controlled by corporates, we have no role, no government, no country has no role എന്ന് പറഞ്ഞാൽ ഇത് എക്കാലം ഇങ്ങനെ തുടരണം. Is there not a solution for a global solution or practical, political, judicial? Is there no solution for that? അല്ലെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും അമേരിക്കയിലോ അല്ലെങ്കിൽ ഈവൻ ചൈനയിലോ ഉള്ള കോർപ്പറേറ്റ്സിന്റെ അടിമകളായിട്ട് ലോകത്തിലുള്ള ആൾക്കാരിൽ ഇരിക്കേണ്ടി വരത്തില്ല. അവര് തീരുമാനിക്കുന്ന അതില് അവിടെയാണ് ഞാൻ പറഞ്ഞത്. പണ്ട് നമ്മൾ പറയുമല്ലോ, EMS പറഞ്ഞതായി പറയുന്നുണ്ട്, നമ്മൾ നമ്മുടേതെന്നും അവരവരുടേതെന്നും പറയുന്ന പ്രദേശം എന്ന് പറഞ്ഞതുപോലെ. ഞാൻ ചോദിക്കുന്നത് ഒരു ഇന്ത്യയുടെ മാപ്പ്, if I am sending you a map of India, you are receiving it in Punjab എന്ന് വിചാരിക്കുക. അവിടെ ആണോ അതോ യു മൈറ്റ് ബി ട്രാവലിംഗ്? നേരത്തെ ഞാനൊരു കത്ത് അയക്കുമ്പോൾ ഞാനൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിലേക്ക് അയക്കുന്നത്, പിൻകോഡ് വെച്ച് അയക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഞാനൊരു മെയിൽ അയക്കുമ്പോൾ ഒരു വ്യക്തിക്ക് അയക്കുന്നു. ആ വ്യക്തി ഏത് സ്ഥലത്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ആ സ്ഥലത്തെ നിയമം അനുസരിച്ച് ഞാൻ ഇന്ത്യയുടെ മാപ്പ് അയക്കുന്നത് പാകിസ്ഥാനി വെച്ച് ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലാവാം. കാരണം നമ്മുടെ ചില ടെറിട്ടറി അവരുടേതാണെന്നായിരിക്കും അവർ പറയുന്നുണ്ടാവുക. അപ്പം നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് ഒരു സത്യവും പാകിസ്ഥാന് വേറൊരു സത്യവും ചൈനയ്ക്ക് വേറൊരു സത്യവുമാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഓരോരുത്തരും പറയുന്നു അതാണ് സത്യം. പക്ഷെ നിങ്ങൾ റിസീവ് ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണോ അതിനനുസരിച്ച് ഈ സത്യം മാറ്റണമെന്ന് പറഞ്ഞാൽ സെൻഡർക്ക് അറിയില്ലല്ലോ ഈ റിസീവർ എവിടെയാ നിൽക്കുന്നതെന്ന്. ഇത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഒരു പുതിയ കാലഘട്ടമാണ്. അപ്പൊ ഇതിന്റെ ഈ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരു പ്രശ്നവും കൂടിയാണത് പറയുന്നത്, റിയൽ വേഴ്സസ് വെർച്വൽ വേൾഡ് എന്നുള്ള മാപ്പിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പലപ്പോഴും നമുക്ക് അതിൻ്റെ കീപ്പിംഗ് പേസ് വിത്ത് ദി വെർച്വൽ വേൾഡ് എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കീപ്പിംഗ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, ഈ ലീഗൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നതും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഒരു നിയമം ഉണ്ടാക്കി ആ നിയമങ്ങൾ എല്ലായിടത്തും ബാധകമാണെന്ന് പറഞ്ഞാൽ അത് പ്രയാസമായിരിക്കും. മറ്റു പല ട്രേഡിനും നമ്മൾ ഇന്റർനാഷണൽ ലോസ് പാലിക്കണമെന്ന് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു സാറേ കേട്ടില്ല. അല്ല, അങ്ങനെ ഒരു നിയമം ഇതിനും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ ഒരു സൊല്യൂഷൻ ആവില്ലേ? അല്ല, അതാണ് സൊല്യൂഷൻ ഇല്ലായ്മയൊന്നും ഇല്ല സർ.
അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ മിക്കവാറും എല്ലാവരും അംഗീകരിക്കുന്നു. അല്ലാത്ത രാജ്യങ്ങളുണ്ട്, അവരിത് പലതും റെസ്ട്രിക്ട് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ചെയ്യുന്നത് ഇവർക്കും കൂടി ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി നോക്കുകയാണ് ഈ ഗവൺമെന്റുകൾ. അതായത് ഈ ഡാറ്റ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന അവരുടെ കയ്യിലാണ്. അവർ സർവൈലൻസിന് വിധേയമാക്കി ഇതിനെ അവരുടെ ക്യാപിറ്റലിസത്തിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നു. ഗവൺമെന്റിന്റെ ഇൻട്രസ്റ്റ് ഇതേ ഡാറ്റയുടെ കുറച്ച് കിട്ടിയിട്ട് നമ്മുടെ ഇവിടെ ആൾക്കാരെ വരുതിക്ക് നിർത്തുകയും അവരുടെ പവർ അസേർട്ട് ചെയ്ത് പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാ പവർ ഹൈറാർക്കിയിലും അതുണ്ടെന്നുള്ളതാണ്. ഒരു കമ്പനിയിലുണ്ട്. അപ്പോൾ ഇത് ഈ താഴോട്ടുള്ളവരെ എല്ലാം അടക്കി നിർത്താൻ വേണ്ടി അവരെ സംബന്ധിച്ച് അവരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻ അറിഞ്ഞാൽ അവരെ ഇവിടെ അടക്കിയിരുത്താം. ഇപ്പൊ തന്നെ ഒരാൾ ഒരു സ്വത്ത് വാങ്ങി അതിന് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ച് വെച്ചാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഇൻഫർമേഷൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ ആ പൗരന് വേറെ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ അവകാശമില്ല. സൈലന്റ് ആയിട്ട് വീട്ടിലിരുന്നോണം ശിഷ്ടകാലം. ഇങ്ങനെ ഇവരെ സൈലന്റ് ആക്കാൻ വേണ്ടി ഈ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഈ പല കാര്യങ്ങളും നടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് ഓരോ വ്യക്തിയെ സംബന്ധിക്കുന്ന ഇൻഫർമേഷൻ അവരുടെ ഫിംഗർ ടിപ്പിൽ ഇരിക്കണം, അത് കിട്ടണം. അത് ഗവൺമെന്റുകൾക്കും അതിലൊരു സ്പേസ് വേണം. പലപ്പോഴും ഈ ബാർഗെയിൻ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അല്ലാതെ ഈ ട്വിറ്ററിലൂടെ സംസാരിക്കുന്നത് നമ്മളാണല്ലോ. ട്വിറ്ററിന് എന്താ? ട്വിറ്ററിന് ഈ ഡാറ്റ എടുത്തിട്ട് കച്ചവടത്തിന് വിൽക്കുക എന്നല്ലാതെ അവർക്ക് വേറെ എന്താ താല്പര്യം? ഓക്കെ സർ. താങ്ക് യു സർ. അടുത്തതായി മറ്റാരെങ്കിലും ഉണ്ടോ? ജോസഫ് സി മാത്യു സാറിന്റെ ടോക്ക് കേട്ട് ഇരുന്നത് നമ്മളൊന്ന് സിങ്കിൻ ചെയ്താൽ എനിക്ക് തോന്നുന്നത് നമ്മൾ തരിച്ചിരുന്നു പോകും. പിന്നെ നമുക്ക് ഒരു നിമിഷം പോലും അനങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അത്രമാത്രം ഭീതിജനമായ ഒരു ഡേറ്റയുടെ ഉപയോഗത്തെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയാം ഫേസ്ബുക്ക് ഡേറ്റ എല്ലാം അനാലിറ്റിക്ക കേംബ്രിഡ്ജ് അനാലിറ്റിക്ക വിറ്റെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അമേരിക്കൻ ഇലക്ഷനിൽ വ്യാപകമായി റഷ്യക്കാർ ഇടപെട്ടത് ഈ ഡേറ്റയുടെ മിസ് യൂസ് കൊണ്ടാന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ടേസ്റ്റുകൾ, നമ്മളുടെ ബ്രൗസിങ് ഹാബിറ്റ്സ്, നമ്മളുടെ മനോഭാവങ്ങളും മനോനിലകളും എല്ലാം ഇങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു. ഇനിയും എനിക്ക് ഉള്ളൊരു ചോദ്യം ഇതാണ്, ഈ ഫ്രീ ചോയ്സ് എന്നുള്ള ഒരു കാര്യം ഇനി അവശേഷിക്കുമോ? അതിന് എന്തെങ്കിലും സാധ്യമാകുമോ? നമുക്കറിയാം നമ്മളുടെ വായ്നാറ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഉപയോഗിക്കാൻ നമ്മളെ ശീലിപ്പിച്ചു. അല്ലെങ്കിൽ നമ്മുടെ കുലുക്കുഴിയാനുള്ള ലോഷൻ തന്നു. ഇങ്ങനെ നമ്മളുടെ എല്ലാ അഭിരുചികളെയും നമ്മളുടെ എല്ലാ ശീലങ്ങളെയും ഈ നേരത്തെ മനോരമ പത്രം വായിക്കുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ അവരങ്ങനെ ഒരു അഭിരുചി അല്ലെങ്കിൽ ഇലക്ഷൻ അല്ലെങ്കിൽ മനോഭാവം ആ രീതിയിലേക്ക് അന്ന് തന്നെ പാകപ്പെടുത്തി. ഇത് ഇച്ചിരൂടെ മൈക്രോ ലെവലിലേക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇനിയും ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ, ഈ ഫ്രീ ചോയ്സ് എന്നുള്ള ഒരു സംഗതി എന്തെങ്കിലും ഇനി സാധ്യമാണോ? മനുഷ്യന്റെ മനസ്സിനെ അങ്ങനെ നമ്മളുടെ രീതികളെ അങ്ങനെ ആക്കി കഴിഞ്ഞു. രണ്ട് ഈ ടാഗോറൊക്കെ പറഞ്ഞ പോലെ വേർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ വേർ ഹെഡ് ഈസ് ഹെൽ ഹൈ എന്നൊക്കെ പറയുന്ന ആ ഒരു ലോകം ഇനി എന്തെങ്കിലും സാധ്യമാണോ? ഇത് നമ്മൾ പരസ്യങ്ങളിലൂടെ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അത് കറക്റ്റാണ്. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ പറയുന്നത് അതിനപ്പുറത്തുള്ള ഒരു കാര്യവും കൂടിയാണ്. പരസ്യങ്ങളുടെ ഒരു അതിപ്രസരം, പരസ്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു, അത് കറക്റ്റാണ്. എന്നാല് അങ്ങനെ ഒരു സ്വാധീനമല്ലാതെ ഇവര് ചെയ്യുന്ന എങ്ങനെയാന്ന് പറഞ്ഞാല്, അതായത് ഞാൻ ആ സർവൈലൻസ് ക്യാപിറ്റലിസത്തിലെ ഒരു ലൈൻ ഒന്ന് വായിക്കാം. അതായത് അവർ ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, if this started off as an analysis, then they realized that the best way to make your predictions desirable to consumers is to ensure they come true, to tune and herd and shape and push us in the direction that creates the highest probability of their business success. There is no way to trust this as anything but behavioral modification. അപ്പൊ ഇവര് പറയുന്നത് surveillance capital wants more than your body's coordinates in time and space. Now it violates the inner sanctum as machines and their algorithms decide the meaning of your size, blinks and utterances, the pattern of your breathing,
the movements of your eyes, the clench of your jaw muscles, the hitch in your voice, and the exclamation points in a Facebook post once offered in innocence and hope. അതായത് നമ്മള് പരസ്യങ്ങളിലൂടെ സ്വാധീനിക്കപ്പെടുന്നു എന്നുള്ളതല്ല, നമ്മളെ പ്രോഗ്രാം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭയപ്പെടേണ്ടത്. അതായത് നമ്മൾ വായിക്കുന്ന, നമുക്ക് തരുന്ന ഫീഡും അതെല്ലാം മാറ്റുന്ന ഒരു സ്ഥലത്തൂടെ. മറ്റേടത്ത് നമ്മൾ ഈ ഇടപെടുന്ന എല്ലാ രീതിയിലും, ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്കിന്റെ ഇമോഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് ഫിൽറ്റേർഡ് ആയിട്ടുള്ള കണ്ടന്റ് വരുന്നു. അവിടെ മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ടന്റ് തരിക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഫിൽറ്റർ ചെയ്യുന്നില്ല. യു മൈറ്റ് ഹിയർ അബൌട്ട് അതർ പ്രോഡക്ട്സ് ഓൾസോ. The only thing is commercially they may not be viable for the other group and they may not come and tell you ഉമിക്കരി നല്ലതാണെന്ന് പറയുന്നില്ലായിരിക്കും. പക്ഷേ ഉമിക്കരി നല്ലതാണെന്ന് പറയുന്നത് ഫിൽറ്റർ ചെയ്യപ്പെടുന്നില്ല. ഇത് നിങ്ങളുടെ അടുത്ത് ഈ ഡാറ്റ ഫിൽറ്റർ ചെയ്തിട്ട്, ഈ ന്യൂസ് ഫീഡിൽ എങ്ങനെയാണ് എല്ലാ ഡാറ്റയും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു അവകാശം കൂടെ ഫേസ്ബുക്കിന് കൊടുക്കുന്നു. പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിൽ ഫിൽറ്റർ ചെയ്യുന്നതാണ്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഫിൽറ്റർ ചെയ്യാനുള്ള കണ്ടന്റ് അനുമതി യൂസർ കൊടുത്തു എന്നുള്ള പേരിൽ ഇവർ ഈ സ്റ്റഡി ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ട് നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഫിൽറ്റർ ചെയ്തു. എനിക്ക് സാധനം ഇപ്പം പോസിറ്റീവ് കമന്റ്സ് മുഴുവൻ ഫിൽറ്റർ ചെയ്തു. സോ യു about the same topic, you create an opinion based on your inputs and I create an opinion based on the inputs that I get. അപ്പൊ ഇത് ഏത് നമ്മൾ കാണണം കേൾക്കണം എന്നുള്ളത് തീരുമാനിച്ചതാരാണ്? ഇവരാണ് തീരുമാനിച്ചത്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമതാണ് ഞാൻ പോക്കേമോന്റെ ഒക്കെ എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞത്. അവിടെ നിങ്ങളെ ഒരു പടി കൂടി കടന്നിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണ്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഇവർ ചെയ്യുന്ന, ഇപ്പൊ കേംബ്രിഡ്ജ് അനാലിറ്റിക്കയുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ഓരോരുത്തരുടെ മുന്നിൽ ഓരോ പോസിറ്റീവ് ഇമേജ് ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് ഞാൻ ഈ പുറത്ത് പറയുന്ന എല്ലാ മതേതരത്വത്തിന്റെയും ഉള്ളിൽ ഞാൻ ചിലപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫാനറ്റിക് ആയിരിക്കും. അതുപോലെ ചിലപ്പോൾ ഞാൻ പോലും അറിയുന്നുണ്ടാവില്ല. പക്ഷെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഈ മെഷീൻ ഇൻസ്ട്രുമെന്റലൈസേഷൻ എന്ന് ഈ സുബോഫ് പറയുന്നുണ്ട്. അതൊരു മെഷീന്റെ മുന്നിൽ ഇത്രയധികം ഡാറ്റയെ ഫിൽറ്റർ ചെയ്ത് പ്രോസസ് ചെയ്യാവുന്ന മെഷീന്റെ മുന്നിൽ അനലൈസ് ചെയ്തിട്ട് they actually classify me as a mild fanatic, Christian fanatic. അപ്പൊ ഇത് എനിക്ക് പോലും അറിയത്തില്ലായിരിക്കും ചിലപ്പോൾ. ആൻഡ് ദെൻ മൈക്രോ ടാർഗറ്റിംഗ് പോലെ എനിക്കിങ്ങനെ ദിവസം തരുവാണ്. സോ ഔട്ട് ഓഫ് ദീസ് 3 ഫോർമേഷൻസ് ബിഫോർ മീ, LDF, UDF, BJP എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഇത് ഉപയോഗിക്കുന്ന ഗ്രൂപ്പാണ് എൻ്റെ താല്പര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ അലൈൻഡ് ആയി പോകുന്നത് എന്നുള്ള ഒരു തോന്നല് ഓവർ എ പീരിയഡ് ഇൻ ടൈം ഐ എം റെഗുലർലി ഫെഡ്. നമ്മൾ ഈ ബ്രെയിൻ വാഷിംഗ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ ഓരോ കാര്യത്തിൽ. അവർ ബ്രെയിൻസ് ആർ റിയലി വാഷ്. അപ്പൊ ഇത് ലോകത്ത് വളരെ സമർത്ഥമായിട്ട് നടന്നിട്ട് അവർ നാളത്തെ ഫ്യൂച്ചർ മാർക്കറ്റ് എന്ത് വേണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് ഇവർ ഈ സർവൈലൻസ് ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞില്ല. ഇപ്പൊ നമ്മളൊരു ഓട്ടോമാറ്റിക് ഗിയറിന്റെ കാര്യം നമ്മൾ പറയും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വേറെ ഒന്ന് നമ്മൾ കേൾക്കുന്നത്, നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിനെ പ്ലാനലിൽ കെട്ടി വെക്കുന്നു, അത് അമ്മയാണ് കെട്ടിപ്പിടിച്ചതെന്നുള്ള ധാരണയിലായിരിക്കും ഈ ടൈറ്റായിട്ട് കെട്ടി വെച്ചിരിക്കുമ്പോൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു. എന്നാൽ പ്രായമായൊരു മാതാവ് അവരുടെ മകൻ വന്ന് തോളത്ത് കടിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖം ഈ പ്ലാനലിൽ കെട്ടിയതുപോലെ കിട്ടത്തില്ല. പക്ഷെ ഇപ്പൊ ചെയ്യുന്നത് അതേപോലെ ഒരു റോബോട്ടിനെ തള്ളക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ഒരു റോബോട്ടിനെ കൊണ്ടുകൊടുക്കുക. നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് സെക്സ്, we hear about sex toys. I don't want to elaborate. You look at what is happening to human beings. See, നമ്മുടെ അപ്പുറത്ത് ഇവിടെ മൃതദേഹങ്ങളോട് അങ്ങനെ മോശമായി പെരുമാറിയാതെ ചിങ്ങവനത്താണ് നമ്മൾ കേട്ടത്. നമ്മൾ ഇതിനൊക്കെ മനുഷ്യനാണോ എന്ന് നമ്മൾ വിചാരിച്ചു. And now we talk about technology and technological solutions coming up for that. And we say, oh, technology has advanced so much. അപ്പോൾ അതിന്റെ ഒരു സാധ്യത, ഈ ഓവർ ഓട്ടോമേഷൻ, ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളാണ്.
പക്ഷെ എനിക്ക് ഒരു മടിയുമില്ല പറയാൻ ഓവർ ഓട്ടോമേഷൻ ഈസ് ബാഡ്. നിങ്ങൾ മനുഷ്യനല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഏറ്റവും കൂടുതൽ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട ഇൻഫോംഡ് കൺസെന്റിനെ കുറിച്ച് പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഫോംഡ് കൺസെന്റിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാക്കേണ്ട ഒരു പ്രത്യേകിച്ച് ആവശ്യമല്ലേ? കാര്യം നമ്മൾ എല്ലാത്തിനും ഏസ് കൊടുത്തിട്ടാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ബാരിയർ വരുന്നതുകൊണ്ട് എല്ലാവരും ഇൻഫോംഡ് കൺസെന്റ് കൊടുക്കുകയല്ലേ, അൺനോയിങ്ലി ഓർ നോയിങ്ലി. പീപ്പിൾ ആർ നോട്ട് ഇൻഫോംഡ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. നമ്മൾ അതിന്റെ അകത്ത് അവരെ സംബന്ധിച്ച് ഒരു ബൂളിയനിൽ ലോക്ക് ചെയ്യാൻ അത് ചോദിക്കുന്നു എന്നല്ലാതെ ഇത് ആൾക്കാരെ ഇൻഫോംഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രയാസമാണ്. കാരണം ഈ ഡാറ്റ സർപ്ലസ് അവര് ഈ ഡാറ്റ എന്തിനു വേണ്ടിയൊക്കെ ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും വിളിക്കുന്നുണ്ടെ, നമ്മളൊരു കോൾ സെന്റർ വിളിക്കുന്നുണ്ടെ അവർ പറയും ദിസ് കോൾ ഈസ് ബീങ് റെക്കോർഡഡ് ഫോർ എന്താണ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അത് ഇതൊക്കെ പറയും. എന്നിട്ട് പിന്നെ വേറെ ഒന്ന് പറയും ഇത് തേർഡ് പാർട്ടി ആൾക്കാർക്ക് കൊടുക്കുന്നു. ഹൂ ഇസ് ദിസ് തേർഡ് പാർട്ടി? ഹൂ നോസ്? സ്പ്രിംഗ്ലർ വാസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് തേർഡ് പാർട്ടി. ഇപ്പൊ മിക്കവാറും ആൾക്കാർ പറയുന്നത് തേർഡ് പാർട്ടിക്ക് ഇതിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അപ്പൊ തേർഡ് പാർട്ടി എന്ന് പറയുന്നിടത്ത് തന്നെ പിന്നെ ഈ ബൈലാറ്ററൽ പ്രൈവസി എഗ്രിമെന്റിന്റെ ഇത് അവിടെ റദ്ദാക്കപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് ഈ ഡാറ്റയുടെ കളക്ഷൻ അങ്ങ് നടക്കുവാണ് ചെയ്തത് ബൾക്കായിട്ട്. നിങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നതിന്റെ മുഴുവൻ ഡാറ്റയും എടുത്ത് ഉപയോഗമുള്ളതും ഇല്ലാത്തതും എല്ലാം സ്റ്റോർ ചെയ്യുക. പക്ഷെ ഈ ഡാറ്റ സർപ്ലസ് എന്ന് പറയുന്നതിൽ നിന്നുകൊണ്ടാണ് അവർ ഈ ബിഹേവിയറൽ മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. താങ്ക് യു ഓൾ. സമയപരിമിതി മൂലം ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്തതായി വൈസ് ഗൈഡ് ആക്ഷനാണ്. വൈസ്മൻ ബൗസാലി. Dear President, Viceman Guruvela Vagis, Secretary Viceman Dr. Ranjit Joseph, all Vicemen, Vicemanates, guests. Vice Guide Action ആദ്യത്തെ ഐറ്റം നമ്മുടെ ഈ മാസത്തെ ബർത്ത്ഡേസ് ഒന്ന് നമുക്ക് ഡിക്ലെയർ ചെയ്യാന്നുള്ളതാണ്. എല്ലാവരുടെയും മുമ്പിലേക്ക് നമുക്ക് 5 ബർത്ത്ഡേസ് ആണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. വൈസ്മെനേറ്റ് സുശീല ഐപ്പ് 1st ജൂൺ. അടുത്തത് വൈസ്ലിംഗ് എഡ്സൺ ബി റിജിനോൾഡ് 10th ജൂൺ. വൈസ്മൻ രഞ്ജു ക്രിസ്റ്റസ് മാത്യു 13th ജൂൺ. വൈസ്ലിംഗ് നേഖ അച്ചു ജേക്കബ് 24th ജൂൺ. വൈസ്മൻ പ്രൊഫസർ കോശി ഡാനിയൽ 27th ജൂൺ. ഈ 5 ബർത്ത്ഡേസ് ആണ് നമുക്ക് ഈ മാസം നമുക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവർക്ക് ബർത്ത്ഡേ വിഷസ് അർപ്പിക്കാം. വൈസ്മൻ സുമ ജേക്കബ് മേ പ്ലീസ് ടേക്ക് ഇനിഷ്യേറ്റീവ്. സുമ ജേക്കബ്. Happy birthday to the Viceman. Happy birthday to the Viceman. Happy birthday to the Vicelings. Happy birthday to all. Thank you, Suma. ഇനി നമുക്ക് വെഡിങ് ആനിവേഴ്സറീസ് ആണ്. ഈ മാസം ജൂണിലെ 5 വെഡിങ് ആനിവേഴ്സറീസ് ആണ് നമുക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. വൈസ്മൻ ഡോക്ടർ ചെറിയാൻ മാത്യു and wife. Viceman Verghese Thomas and wife. Viceman M.A. Iso and wife. Viceman Ken Ipe and wife. Viceman Dasan Philip and wife. 20 ആദ്യത്തെ ഡോക്ടർ ചെറിയാൻ മാത്യുവിന്റെ വൈസ്മൻ ഡോക്ടർ ചെറിയാൻ മാത്യു 8th ജൂൺ ആണ്. വൈസ്മൻ വെർഗീസ് തോമസ് 12th ജൂൺ. വൈസ്മൻ M.A. Iso 14th ജൂൺ. വൈസ്മൻ Ken Ipe 16th ജൂൺ. Viceman Dasan Philip 27th June. നമുക്ക് let us all wish them a very happy married life. Suma Jacob, please. ആദ്യ വിവാഹനാളിൽ ഏദനിൽ ധ്വനിച്ച ആ മംഗളാശീർവാദം ഇന്നും കേൾക്കുന്നിതാ. താങ്ക് യു. വൈസ് ഗൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലത്ത് അധികം ഇൻപുട്സ് ഒന്നും കിട്ടുന്നില്ല. പക്ഷെങ്കില് ആൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാത്തത് കൊണ്ട്